സിനിമ കണ്ടോ? സുരഭി എന്നുള്ളതാണ് സുജ. സുജ നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരുന്നാലും ഇപ്പോൾ ഓഡിയൻസിന് ഇത് മനസ്സിലാവണമെന്നില്ല. എൻ്റെ സിനിമ കണ്ടിട്ട് ഭയങ്കരമായിട്ട് കരുൺ സാറ് കാണിച്ചു കൊടുത്തില്ലേ? ഞാൻ സിനിമ കണ്ടിട്ടില്ല, കാണട്ടെ. എനിക്ക് ശരിക്കും ഇപ്പം ഇതിൽ ഏതാണ് പ്രഭ എന്നുള്ള എനിക്ക് കൺഫ്യൂഷൻ. പ്രഭ 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 രണ്ടും പ്രഭ. ശരിക്കും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അവൾ ആരാണ്? അവള് സുരഭിയാണോ പ്രഭയാണോ? ഒരുപാട് ആളുകളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമ ചെയ്തത്. പ്രഭ നല്ലതാണെന്ന് കണ്ട ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരു സിനിമ മുഴുവനായിട്ട്, അല്ലേ? ആദ്യമായിട്ടല്ലേ സിനിമ ഫുള്ള്? പ്രഭ കണ്ടിട്ട് പ്രഭയെ കണ്ടിട്ട് കരയാണ് നോക്കിയപ്പോൾ. അതൊരു വലിയ സംഭവം അല്ലേ? ലോകത്തിൽ പലതരത്തിലുള്ള സിനിമകളുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 20 വർഷമായിട്ട് ഞാനും പ്രഭയും ഓൾമോസ്റ്റ് ഞങ്ങൾ ഒരു വീട്ടിൽ തന്നെയാണ്. കാരണം പ്രഭ വരുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, അതുപോലെ 3-4 വീടുകളുണ്ട്, അവിടെയൊക്കെ പോകുന്നു, തിരിച്ചു വരും. അപ്പോൾ എൻ്റെ ചെറുപ്പകാലം തൊട്ട് പ്രഭയുടെ നടപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവളിൽ സുരഭി നടക്കുന്ന കാണുമ്പോൾ എനിക്ക് എങ്ങനെയാണിത് എനിക്കറിയാതെ ഇപ്പോൾ പ്രഭ എന്ന് വിളിക്കണമെന്ന് തോന്നുന്നു. കാരണം ആ നടപ്പ് വരെ ഇതെങ്ങനെ പറ്റി അല്ലെ എങ്ങനെ സംഭവിച്ചു എന്നുള്ള ഞാൻ എപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരിക്കും. അത് ഇവിടെ 2-3 ദിവസം വന്ന് നിന്നല്ലോ സാറ് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരുടെ ഒരു താളം, ഓരോ മനുഷ്യർക്കും ഓരോരോ താളങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ ജോലി ചെയ്യുമ്പോഴും മുറ്റടിച്ചു വാരുന്ന സമയത്തും നടക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഉള്ള ഒരു മനുഷ്യൻ്റെ ഒരു താളം വൃദ്ധം അത് എനിക്ക് കിട്ടി, കണ്ടുപിടിക്കാൻ പറ്റി എന്നുള്ളതാണ്. അങ്ങനെ അതുകൊണ്ടാണ് അതങ്ങനെ. ഇന്നലെ ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു സോങ്ങിൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു പ്രഭ അതങ്ങനെ നമ്മളത് അഹങ്കാരം കൊണ്ട് പറയല്ലേ, ചില സമയത്ത് അയ്യോ പ്രഭ ചേച്ചിയെ പോലെ എന്ന് എനിക്ക് തോന്നി പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ തോന്നി, ആ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ കൂടെ എന്താ കുറച്ചൊക്കെ മനസ്സിലാവും. പിന്നെ എങ്ങനെ അറിയാം? മുഴുവൻ പഠിച്ചു, അടുത്ത് വന്നിരുന്നു. അതെ അത് ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നി പ്രഭ ചേച്ചി സംസാരിച്ചു പോകുന്നു, അതേപോലെ നമ്മളെക്കാൾ കൂടുതൽ സംസാരിക്കുന്ന പ്രഭയാണ്. അതല്ല, എന്നോട് ദേഷ്യം പിടിച്ചിട്ട് ഒന്ന് നിർത്തുപെണ്ണേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംസാരശേഷി കിട്ടുമല്ലോ. അങ്ങനെ വല്ല മിറാക്കിളും സംഭവിച്ചു പോകുമെന്ന് തോന്നി. അതേപോലെ കൂടെ നിന്ന് പിന്നെ ഇവരുടെ ഒരു വോക്കലിൻ്റെ അല്ല, കുറച്ച് ചെവിയുടെയാണ് കുറച്ച് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലായി. ചിലർക്ക് ഇവിടെ സംസാരിക്കുന്ന അപ്പം കേൾവിയുടെ പ്രശ്നവും സംസാരിക്കാത്തത്, അപ്പോൾ അത് മനസ്സിലായി. പിന്നെ നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടി കോഴിക്കോട് റഹ്മാനിയ സ്കൂളുണ്ട്. അപ്പോൾ സാർ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ ഒരു സിനിമയുണ്ട്, ഞാനൊരു സ്ക്രിപ്റ്റ് അയക്കാം, സുരഭി ഒന്ന് നോക്കൂ, കേട്ട് നോക്കൂ, വായിച്ച് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് വാങ്ങി. നോക്കിയപ്പോൾ അതൊരു ജോലിക്കാരിയുടെ കഥ. ആസ് യൂഷ്വൽ വേലക്കാരി തന്നെയാണ്, വേലക്കാരിയുടെ അംബാസിഡർ എന്നുള്ള രീതിയിൽ വേലക്കാരിയും അതുപോലെ ലൈംഗിക തൊഴിലാളികളുടെ വേഷമാണ് കൂടുതലായിട്ട് എന്നെ തേടി വരുന്നത്. എന്തോ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ എൻ്റെ മുഖച്ഛായ കാരണമാണെന്ന്. അല്ല, കൂടുതൽ അത് അങ്ങനെ റോൾ അങ്ങനെ ചിലപ്പോൾ എല്ലാവരും അത് ഏറ്റെടുക്കാൻ തയ്യാറാവാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തമാശകൾക്കപ്പുറത്ത് ജീവിതവുമായിട്ട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു ശരീരപ്രകൃതി, അതായത് മനുഷ്യനും മണ്ണും ഒക്കെ ആയിട്ട്. കാരണം എല്ലാം കൊണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കഥാപാത്രത്തെ. അതുകൊണ്ടാണ് അവർ ഈ പറഞ്ഞ കഥാപാത്രങ്ങളിലേക്ക്, വേലക്കാരിയിലേക്കോ അല്ലെങ്കിൽ
മറ്റൊരു സെക്സ് വർക്കർ എന്നുള്ള രീതിയിലൊക്കെ അവരെ നമ്മളെ മാറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ കാണുന്നത് അല്ല കാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ വളരെ ജെന്യുവിനാണ്. എങ്ങനെയും നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റും. അതായിരിക്കും. അത് തന്നെ ആയിരിക്കും. കാരണം ഞാൻ ഈ സിനിമയിൽ പ്രഭ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നിയോഗങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ എങ്ങനെയാണെന്നറിയില്ല. അപ്പോൾ വാവച്ചൻ ആദ്യം വന്നത്, എൻ്റെ ചെറുപ്പകാലം തൊട്ട് വാവച്ചൻ വന്നു. വാവച്ചൻ ഈ വീട്ടിലെ രാത്രി ഇവിടെ മുഴുവൻ ഇങ്ങനെ കറങ്ങി അടക്കായിരുന്നു പറയുന്നത്. 1 മണിക്ക് ഉറങ്ങാതെ കറങ്ങി അടക്കുകയാണ്. അപ്പോൾ വാവച്ചൻ എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ കാണുന്നു. പിന്നെ ഞാൻ സിനിമാക്കാരനാകുന്ന സമയത്ത് ഞാൻ സിനിമയിൽ വാവച്ചനെ അഭിനയിപ്പിക്കുന്നു. സിനിമ കണ്ടിട്ടുണ്ടോ? അല്ല, വാവച്ചൻ്റെ സിനിമ കണ്ടിട്ടുണ്ട്. കരുണം. വാവച്ചൻ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ അവാർഡുകൾ കിട്ടിയ സിനിമയാണ് കരുണം. വാവച്ചൻ ഹീറോ. അപ്പം അത് ഒരു കാലം. അതുപോലെ പ്രഭയുടെ ജീവിതം ഞാൻ കാണുന്നുണ്ട്. എൻ്റെ വീട്ടിൽ വരുന്നു. അതുപോലെ തന്നെ 4 വീടുകളുണ്ട് ഇവിടെ അടുത്ത്. ഇതെല്ലാം ഈ എനർജിയാണ്. ഈ 40 വർഷമായിട്ട് ഞാൻ കാണുന്ന കാലം തൊട്ട് പ്രഭയുടെ നടപ്പും രീതിയൊക്കെ ചുറ്റും ഒന്നും അറിയുന്നില്ല. പക്ഷേ പ്രഭ ആക്റ്റീവാണ്. ഇപ്പോഴും നമ്മളെക്കാളുള്ള ആരോഗ്യമുണ്ട് പ്രഭയ്ക്ക്. അപ്പോൾ പ്രഭയുടെ ജീവിതം ഇതൊരു അത്ഭുതം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതിലൊന്നാണ് പ്രഭ. വാവച്ചൻ്റെ ഞാൻ പറഞ്ഞല്ലോ, കുറേ കാലങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ചെറുപ്പകാലം തൊട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു, സിനിമയിൽ വന്നു. ഇപ്പോൾ വാവച്ചൻ എല്ലാവരും അറിയുന്ന ഒരു നടനാണ്. വാവച്ചൻ കരുണം വീട്ടിൽ താമസിക്കുന്നു. വാവച്ചൻ സിനിമ കണ്ടില്ലേ? നല്ലല്ലേ. വാവച്ചനും ഭയങ്കര ദോസ്താണ്. വാവച്ചൻ ഞാൻ ചോദിച്ചു, വാവച്ചനെ കല്യാണം കഴിച്ചെന്ന്. വേണ്ട എക്സ്പ്രഷൻ. വയസ്സായിരുന്നു. വാവച്ചൻ പറയുന്നത് പ്രഭയ്ക്ക് വയസ്സായെന്നാണ്. പ്രഭ വയസ്സായി. വാവച്ചൻ ഞാനല്ല. അപ്പം ആര് പ്രഭ. അങ്ങനെ എൻ്റെ സിനിമാ ജീവിതത്തിൽ പ്രഭയുടെ ലൈഫ് അപ്പോൾ എപ്പോഴും എനർജറ്റിക്, ഇത്രയും സ്മാർട്ടായിട്ട് ഓടി നടക്കുന്ന, ഇത്രയും കാലങ്ങളായിട്ട് 40 വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നുണ്ട് പ്രഭ എന്നെ കണ്ടിട്ടുണ്ട് ചെറുതായിട്ട് നടക്കുന്നത് കൊണ്ട്. ഇവിടെ അടുത്ത് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രഭ പോകുന്ന വീടുകൾ, ഈ വീട് കൂടാതെ 4 വീടുകളുണ്ട്. അപ്പോൾ അവിടുത്തെ കഥകളൊക്കെ ഇവിടെ ഒന്ന് പറയും. അമ്മച്ചിയുടെ കഥ ഒന്നുകൂടെ പറയും. അപ്പം നമ്മുടെ കഥ അവിടെയും പറയുന്നുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ പ്രഭ പോകുന്ന കുറേ വീടുകൾ, അവിടെയുള്ള ജീവിതങ്ങൾ, ആ വീടുകളിൽ നിന്ന് ഒഴിവാക്കുന്ന, അവരുപേക്ഷിക്കുന്ന ഓരോന്നും പെറുക്കിയെടുത്ത് കൊച്ചു വീടുണ്ടാക്കുന്ന പ്രഭയാണ് നമ്മളുടെ പ്രഭ. ശരിക്കും പ്രഭയുടെ ജീവിതമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. പ്രഭയുടെ മോൻ സംസാരിക്കത്തില്ല. ഇല്ല, നിഷയും സംസാരിക്കില്ല. അപ്പോൾ ഒരു വീട്ടില് മകനും മകന്റെ ഭാര്യയും, മകനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. ആ പെൺകുട്ടിയും സംസാരിക്കില്ല. ഒരു ആങ്ങള അറിയാം, എല്ലാവരും അറിയാം, വീട്ടിലെല്ലാവരും അറിയാം. അപ്പം ഒരു കുട്ടി ഉണ്ടായി മകന്. ആ കുഞ്ഞ്, അപ്പോൾ ഏറ്റവും വലിയ പ്രഭയുടെ ആഗ്രഹവും സന്തോഷവും കുട്ടി സംസാരിക്കുക എന്നുള്ള പ്രതി. അതിനുവേണ്ടി ഇങ്ങനെ കുറേ ദിവസങ്ങൾ ഇങ്ങനെ പ്രഭ ഇങ്ങനെ കാത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം വന്നിട്ട് പറയുന്നു, ആ കൊച്ച് സംസാരിക്കും എന്ന് പറഞ്ഞു. കുഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങി പിന്നെ എവിടെ പോകും, കറങ്ങി വരും. പേടിയാവും അല്ലേ നടക്കുമ്പോ?
എന്നിട്ട് ആ വീടിൻ്റെ മുന്നിൽ കിണറുണ്ട്. അപ്പോൾ ആ കിണറൊക്കെ ഞങ്ങൾ ഇത് ചെയ്തു കെട്ടി മറ്റേ ഇതിന് ഗ്രില്ലൊക്കെ ഇട്ട്, കാരണം കൊച്ചു വന്ന് നോക്കുക. ഇവരുടെ കൺസേൺ മുഴുവൻ കുഞ്ഞിനെ ആൾക്കാണ്. അപ്പം പ്രഭയുടെ മോനും മോളും 3 പേർക്കും കേൾക്കാൻ കഴിയാത്തതുകൊണ്ട് കുഞ്ഞ് സംസാരിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ആ വർഷങ്ങൾ മുഴുവൻ വന്നത്. കുഞ്ഞിപ്പോൾ കുറച്ച് ഒരു 2 വയസ്സ് കഴിഞ്ഞു. അപ്പോഴേക്കും യെസ്. അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു കുഞ്ഞിന് ഇച്ചിരി ചെവി കേൾക്കാൻ പറ്റുന്നില്ല എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സങ്കടമായി, കാരണം വലിയ പ്രതീക്ഷയായിരുന്നല്ലോ. അപ്പോൾ കുഞ്ഞിന് അപ്പോൾ ഇവിടെ ഒരു ദിവസം കൊണ്ടുവന്നു. അപ്പോൾ കുഞ്ഞിനും കുറച്ച് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്യാൻ പോയിരുന്നു ഹോസ്പിറ്റലിൽ. കുഞ്ഞ് ഒരു കുറച്ച് കുറവാണ്. ഇനിയും പോകണം, രണ്ടാമത്തെ കൊണ്ട് പോകണം. കാരണം ഇനി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് എന്തെങ്കിലും എക്യുപ്മെൻറ്റ് വെക്കണം. ഒരു ചെവി കുഴപ്പമില്ല. ടിവിയിൽ ഇയർഫോൺ വെച്ച് വർത്തമാനം പറയും ഇത് വെച്ചാൽ. അപ്പോൾ ഇവരുടെ ജീവിതം മുഴുവൻ ആ കുഞ്ഞ് സംസാരിക്കുന്നുള്ള പ്രതീക്ഷയാണ് ഇവരുടെ ലൈഫിൽ മുഴുവൻ. അപ്പോൾ ഇത് നമ്മളെ സിനിമയിൽ പറയുന്നില്ലെങ്കിൽ കൂടെ മകനും വരുന്നുണ്ട്, വീട് വെക്കാനുള്ള ആഗ്രഹം വരുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് പൂർത്തിയാക്കിയിട്ട് ഞാൻ പ്രഭയുടെ കയ്യിൽ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് പ്രഭയുടെ കാലിൽ തൊട്ട് നമസ്കരിച്ചു. അപ്പം പ്രഭയ്ക്ക് മനസ്സിൽ എന്താ ഇയാൾ കാണിക്കുന്നത്, കാരണം ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലൊരാൾ എന്തോ കയ്യിൽ തരുന്നു, നമസ്കരിക്കുന്നു അതൊക്കെ. പ്രഭ എന്താണെന്ന് ഞാൻ പറഞ്ഞു പ്രഭയുടെ കഥയാണ്, സിനിമ ചെയ്യാൻ പോവാണ്. ഇഷ്ടമായി, സന്തോഷമായി. എല്ലാവരും പറഞ്ഞു, എല്ലാവരും ഓർത്തു. പണ്ട് അറിയാം, ഇപ്പോഴും അറിയാം. അപ്പം പ്രഭയുടെ സൈൻ ലാംഗ്വേജ് വ്യത്യസ്തമാണ്. ഇപ്പം ഇവിടെ ഓസ്കറിന് കോഡ എന്നൊരു സിനിമയിലെ സപ്പോർട്ടിങ് ആക്ടർക്ക് അഭിനയത്തിന് അവാർഡ് കിട്ടി, ഓസ്കർ അവാർഡ് കിട്ടി. ആ സിനിമയ്ക്ക് ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടി. അപ്പോൾ ഈ സിനിമയെ അവർ ചിന്തിക്കുന്നതിന് എത്രയോ മുൻപ് നമ്മൾ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ ഇപ്പോഴത്തെ റിഫൈൻഡ് സൈൻ ലാംഗ്വേജാണ് മുഴുവൻ സംസാരിക്കുന്നത്. ഇതൊട്ടും റിഫൈൻഡ് അല്ല, കാരണം പ്രഭ ജന്മന ഇങ്ങനെ ആയപ്പോൾ ഉണ്ടായ ആക്ഷൻസും അല്ലെങ്കിൽ പറയുന്ന രീതികളുമാണ് ഇതിലുള്ളത്. അപ്പം നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം സുരഭി അഭിനയിച്ചപ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ഇത് ഫോളോ ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്യണം. മറ്റേത് സൈൻ ലാംഗ്വേജ് പഠിച്ചാൽ മതി, പിന്നെ പഠിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റുമാനിയ സ്കൂളിൽ അവിടുത്തെ ഒരു ജോലി ചെയ്യുന്ന, അത് അറ്റൻഡർ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്, പ്രേമകുമാരി. അവരുടെ മകള് സംസാരിക്കുകയും ചെവി കേൾക്കുകയും ചെയ്യില്ല. അപ്പം ഈ മകളെയും കൊണ്ട് സ്കൂളിൽ പോയിട്ട് അവർ വെയിറ്റ് ചെയ്യല്ലോ. ഇങ്ങനെയുള്ള കുട്ടികളുടെ അമ്മമാരൊക്കെ ഇങ്ങനെ കുട്ടികളെ സ്കൂളിലാക്കി വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള ഗാർഡനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പം അവർ നോക്കിയിട്ട് അവർക്ക് അവിടെ ഒരു ജോലി കൊടുത്തതാണ്. ഇവർ ട്രെയിൻഡ് അല്ലാത്തതുകൊണ്ട് ഇവർ പറയുന്നതൊക്കെ പ്രഭ ചേച്ചി പറഞ്ഞ പോലെ ഇങ്ങനെ ജന്മന അമ്മയും മോളും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ. മകള് നന്നായിട്ട് ട്രെയിൻഡുമാണ്. അപ്പം ഞാൻ സാറ് തന്ന സമയത്ത് ഞാൻ സാറിനോട് പറഞ്ഞല്ലോ, അയ്യോ എനിക്ക് ഇങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാതെ ഇത് ഒരാഴ്ച കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സാർ എന്നെ പറഞ്ഞത് വേഗം ഇങ്ങോട്ട് പോവാം, ഇവിടെ തന്നെ ഒരാളുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് വീണ്ടും ചലഞ്ചിങ് ആയി. അങ്ങനെ സാറിന് ഇത്രയും കാലം അറിയാവുന്ന ഒരാളെ നമ്മൾ ചെയ്യുമ്പോൾ അയ്യോ മോശമായി പോകുമെന്ന് നമുക്ക് ഭയങ്കര ടെൻഷനാണ്. പിന്നെ ഇവരെ കണ്ടപ്പോൾ എനിക്ക് ഓക്കെ, ഇവരുടെ ഒരു പറഞ്ഞ പോലെ സുരഭിയിലേക്ക് എത്തുന്നതിന് മുൻപ് ഞാൻ കുറേ കാലം കാത്തിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഒറ്റാലിനൊക്കെ മുൻപ് 14 വർഷത്തോളമായി ഈ സ്ക്രിപ്റ്റ് എഴുതിയിട്ട്. ആദ്യം ഞാൻ പ്രഭയെ കൊണ്ട് തന്നെ ചെയ്യിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോഴാണ് ഞാനിങ്ങനെ സബിതോടും മറ്റെല്ലാവരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു പക്ഷേ ഇത് അഭിനയിച്ചു കഴിഞ്ഞാൽ പ്രഭ നന്നായിട്ട് അഭിനയിക്കും, അല്ലെങ്കിൽ കാരണം ജീവിതമാണല്ലോ, ആക്ടറാണല്ലോ റിയൽ ലൈഫിൽ തന്നെ. പക്ഷേ അവരുടെ ജീവിതം ഈ സിനിമ കഴിയുമ്പോൾ വീണ്ടും റോയി ഉണ്ടാവും, അല്ലെങ്കിൽ ആൾക്കാരെല്ലാം ആണ്ട് പോകുന്നു നടി എന്ന് പറഞ്ഞിട്ട് വേറെ സിനിമയില്ലെന്നൊക്കെ ചോദിച്ച് ഇവരെ അങ്ങ് വല്ലാതെ ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചതാണ്. പിന്നെ നന്ദിതാദാസ് അവരും എക്സൈറ്റഡ് ആയിരുന്നു ഇത് ചെയ്യാനായിട്ട്. അതൊന്നും നടന്നില്ല, വേറെ ചില കാരണങ്ങളാലും നടന്നില്ല. പിന്നീട് വീണ്ടും ഒറ്റാലൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും മഞ്ജു വാര്യർ അഭിനയിക്കണം സിനിമയിലേക്ക് തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ മഞ്ജുവിനെ അയച്ചു കൊടുത്തു. മഞ്ജു പറഞ്ഞു, ശരിക്കും മഞ്ജു പേടിച്ച പറഞ്ഞു, അയ്യോ ഇത്രയും ഹെവി ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം തിരിച്ചു വരണമെന്നും അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് ഭയങ്കര സ്ട്രെയിൻഫുള്ളാണ്. കാരണം ഒരു ആളെ റീക്രിയേറ്റ് ചെയ്യുക, അതും ജീവിച്ചിരിക്കുന്ന ഒരാളാണ്, അവരുടെ ജീവിതമാണ്. പിന്നെ ഈ സൈൻ ലാംഗ്വേജ് മുഴുവൻ സൈൻ ലാംഗ്വേജും അല്ല, അതാണ് പഠിച്ചാൽ മതിയായിരുന്നു, അതുമല്ല, ഇത് മിക്സ്ഡ് ആണ്, ഒരു റിഫൈൻഡ് അല്ലാത്ത ലാംഗ്വേജ്. അങ്ങനെയാണ് സുരഭിയിലേക്ക് എത്തുന്നത്. അപ്പോൾ സുരഭി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട ഒരു അത്ഭുതമാണ്. ഇരുത്തിക്കൊണ്ട് പറയല്ല, കാരണം ഇത് ഈ നിയോഗമുണ്ട്,
സിനിമയിൽ പലതും അങ്ങനെയാണ്. വാവച്ചൻ്റെ ജീവിതത്തിൽ വന്നതും പ്രഭ വന്നതും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ ആരാണോ നിയോഗിക്കപ്പെട്ടത് അവർ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ സുരഭി വന്ന് എക്സൈറ്റഡ് ആയിട്ട് സുരഭി വന്ന് ഇവിടെ വന്ന് 2 ദിവസം താമസിച്ച് 2 ദിവസം കൊണ്ട് പ്രഭയും സുരഭിയും തമ്മിൽ എനിക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റില്ല. കാരണം രണ്ടും ഒരുപോലെ ആയി കഴിഞ്ഞിരിക്കുന്നു. ശബ്ദം ചിലപ്പോൾ സുരഭിയുടെ ശബ്ദം കിട്ടിയാൽ താഴോട്ടിറങ്ങി വരും പ്രഭയെന്ന് ഉറച്ചിട്ട്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഒബ്സർവേഷൻ. നമുക്ക് അങ്ങനെ ആ കറക്റ്റ് സ്ഥലത്ത് എത്തുമ്പോൾ അതങ്ങ് ആയി പോകുന്നതായിരിക്കും. അല്ലാണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമല്ല. എനിക്കിവരെ പെട്ടെന്ന് കിട്ടി. പിന്നെ അവിടെ പോയി ഈ സാറ് തന്ന ഈ 60 സീൻസും ഞാൻ എല്ലാം 2 രീതിയിലും ചെയ്ത് സാറിന് അയച്ചു തന്നിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ടെൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പം ഡയറക്ടർക്കും ആ കഥാപാത്രം പുതിയതായിരിക്കും, അവരും അവരെക്കുറിച്ച് പഠിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. ആക്ടറും ഒക്കെ ആകുമ്പം എല്ലാവർക്കും ഒരു പഠനമായിരിക്കും. ഇത് സാറിന് ചെറുപ്പം മുതലേ അറിയാവുന്ന ഒരാൾ, അവരുടെ ഓരോ ചലനങ്ങളും ഇവിടെ ഏറ്റവും കൂടുതൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും സാറും ചേച്ചിയും ഒക്കെയാണ്. അപ്പോൾ ഞാനൊരു ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയാൽ അതൊരു ഡിസ്റ്റർബൻസ് ആവും. പക്ഷേ അത് സാറെങ്ങനെ ഏത് മരത്തിനെ അഭിനയിപ്പിച്ചെടുക്കും, അത് വേറെ ഒരത്ഭുതമാണ്. പക്ഷെ എന്നാൽ കൂടി അത് ഏറ്റവും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ള ഇതായിരുന്നു. അപ്പോൾ ഇവരെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കത് മിമിക്രി ചെയ്യാൻ പറ്റില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് തലവേദന, പ്രത്യേകിച്ച് ഈ ശബ്ദം ഇതൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരാഴ്ച കുറച്ച് നേരം നമ്മൾ ഞാനിങ്ങനെ വിളവിളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം എന്നെ നീ സംസാരിക്കാതെ ഒരു സിനിമയിൽ മര്യാദയ്ക്ക് അഭിനയിക്കുമെന്ന് പറഞ്ഞ് അഭിനയിപ്പിച്ച പോലെ എനിക്ക് തോന്നി. അപ്പോൾ നോർമലി ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അമ്മ ചോദിക്കും, ഇനി സംസാരിക്കാതായി പോവുമോ, ഞാനിങ്ങനെ ഇതാക്കുമ്പോൾ നിനക്ക് അവിടെ അഭിനയിക്കുമ്പോൾ ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കായിരുന്നു. അതല്ലാതെ നമ്മൾ റിയൽ ലൈഫിലും അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ എന്നെ പ്രാക്ടീസ് ചെയ്ത് പോയപ്പോൾ അത് കുറച്ചും കൂടി ഈസിയായി. ഞാൻ സംസാരിക്കും. എൻ്റെ അമ്മ ഞാനും മേമ സംസാരിക്കുന്ന പോലെ സംസാരിക്കും. കുറച്ചൊക്കെ മനസ്സിലാവും. കുറേ സിനിമ പ്രഭ എങ്ങനെയുണ്ട്? സിനിമ അല്ല, സിനിമയിൽ പ്രഭയുടെ ക്യാരക്ടർ സുരഭി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പം നല്ലതാണ്. അതിനപ്പുറത്ത് വേറെ അവാർഡില്ലല്ലോ. അല്ല, ഇവിടെ നോക്കി നിൽക്കുമായിരുന്നല്ലോ ഞാൻ വരുന്നതൊക്കെ. നടന്നു വരുന്ന സമയത്ത് കരയാ. പ്രഭയുടെ ജീവിതം കൊണ്ട് പ്രഭയ്ക്ക് സങ്കടമായി. അത് ഭയങ്കര സന്തോഷം. ഇവിടെ സിനിമയിലെ അപ്പോൾ അമ്മ ഭയങ്കരമായിരുന്നു. പ്രഭയുടെ അമ്മ മരിക്കുന്ന സമയമൊക്കെ ഞങ്ങൾ അവിടെ ഇടയ്ക്ക് പോകുമായിരുന്നു. ഭയങ്കരമായിട്ട് നോക്കും. വലിയ ഇഷ്ടമാണ് അമ്മയും. ബ്രദർ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊക്കെ വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മൾ വലിയ ഇഷ്ടമാണ്. എല്ലാവരും കുടുംബം എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമാണ്. വീട്, അമ്മ. ഇപ്പോൾ ബ്രദറിന് സുഖമില്ലായിരിക്കുകയാണ്. അതിൻ്റെ ഭയങ്കര വിഷമമാണ്. പക്ഷെ എന്തായാലും ഇതൊന്നും പ്രഭയുടെ ജോലിയോ എനർജിയോ ബാധിക്കുന്നില്ല. വീണ്ടും തുടരുകയാണ്. ഇതാണ് നമ്മളുടെ സിനിമയിലും പറയുന്നത്. ആ നടപ്പില്ലേ, പ്രഭ കറക്റ്റാണ്. ആ രാവിലെ നടന്നു വരുന്നതും വഴിയിൽ നിന്നുള്ള മുല്ലപ്പൂ ഒക്കെ പറിച്ച് തലവെക്കുക, പൂ കൂടെ കൊണ്ടുവന്ന് തരും. അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കായിരുന്നു പൂ. അമ്മ സാറിവിടല്ല പോയിരിക്കും, സിനിമയ്ക്ക് പോകും. അനു ചേച്ചി വിടല്ല, ചേച്ചി മാത്രം. 1-2 ദിവസം വരും, പോവും. കണ്ടോ, അമ്മയെ കാണിക്കാണ്. കറക്റ്റാണ്, ആ നോട്ടവും കറക്റ്റാണല്ലോ. എക്സ്പ്രഷൻ എവിടെ പോവാൻ ചോദിക്കും. ഇത്രയും കണ്ടാ മനസ്സിലായില്ല. മതി, അത് ആ നോട്ടം. അവാർഡ് കിട്ടി അങ്ങോട്ട് കൊടുക്കണം. നമ്മൾ നമ്മൾ ഓവറായിട്ട് ചെയ്യാണ്, പക്ഷെ കറക്റ്റ് ആ രീതിക്ക് ഭയങ്കര ഹൈലി എക്സ്പ്രസീവ് ആണ്. അത് ഡാൻസിന്റെ ഒക്കെ
ഇതാണ് സൈൻ ലാംഗ്വേജ് പഠിച്ചിട്ട് നമ്മൾ പറയുന്നതും ആ ഇത് റിയൽ ലൈഫിൽ നിന്നുണ്ടാകുന്ന സൈനും തമ്മിലുള്ള വ്യത്യാസം. പൂ പൂ അമ്പലത്തിന് വിളക്ക് കത്തിച്ച് പോവും. സിനിമ അവിടെ ഇരിക്കും. കാരണം അമ്മയും പ്രഭയും മാത്രം ഉണ്ടായിരുന്ന വീടിനെ കുറിച്ചാണ് പറയുന്നത്. ഈ അമ്മയെ നോക്കിയത് മുഴുവൻ പ്രഭയാണ്. അപ്പൊ അതാണ് താഴെ വിളിച്ച ബാബച്ചൻ, ഇപ്പുറത്ത് പ്രഭ. അമ്മ പറയടാ നീ ഇവരെ രണ്ടുപേരും ആക്കിയിട്ട് നീ പക്ഷെ പ്രഭ നോക്കും എല്ലാ കാര്യം. അമ്മ നല്ല നോക്കും. അമ്മ നോക്കിയത് എന്നെക്കാൾ കൂടുതൽ പ്രഭയാണ്. നല്ല എപ്പോഴും വൃത്തിയാണ്, തേച്ച് കൊടുക്കണം. ഇപ്പൊ എൻ്റെ അമ്മയ്ക്ക് മകളാണ് പ്രഭ. വാവച്ചന് എന്താണ് കല്യാണം കഴിക്കുന്ന ആഗ്രഹമുണ്ട്, എന്നാൽ വാവച്ചന് മുഴുവൻ പരിചരിക്കുന്നതാണ്. അമ്മയും വാവച്ചനും തമ്മിൽ ഭയങ്കര ഇടിയപ്പോഴും കൊണ്ടുപോയി. അമ്മയ്ക്ക് വാവച്ചൻ പണ്ട് ഇതില് പറമ്പ് കളിക്കുന്നതും വിറക് കയറാൻ വരുന്ന കാലം തൊട്ട് അറിയാം. വാവച്ചൻ ഇപ്പൊ സ്റ്റാറായി. പക്ഷെ അമ്മ ഇടയ്ക്ക് വാവച്ചൻ അതെടുത്തുകൊണ്ട് പോവാന്നൊക്കെ പറയും. അത് വാവച്ചന് ഇഷ്ടമല്ല. കാരണം വെച്ചാൽ വാവച്ചൻ സ്റ്റാറായി. ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇതിന്റെ ഇടയിൽ പ്രഭയുണ്ട്. എവിടെ പോന്ന് വെച്ച് കുറേ എന്നെ ഫോണിൽ വിളിച്ചാലും കിട്ടിയല്ല. സജി, നമ്മുടെ സജി കോട്ടയം പ്രൊഡക്ഷൻ കൺട്രോൾ സജി. സൂപ്പറോ. അപ്പൊ ഇത് മനസ്സിലായില്ലേ? ഇപ്പൊ എൻ്റെ വീട് ശരിക്കും എന്നെക്കാൾ കൂടുതൽ എൻ്റെ അമ്മയെ നോക്കിയത് പ്രഭയാണ്. അപ്പം ഇതുപോലെ പ്രഭയുടെ വീടും പ്രഭ നോക്കുന്നു. ചുറ്റുമുള്ള ഒരു അമ്മച്ചി ഒറ്റയ്ക്കുണ്ട്, മക്കളൊക്കെ ഉപേക്ഷിച്ചൊരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചിയെ നമ്മൾ ലളിത ചെയ്ത ക്യാരക്ടറാണ്. അയ്യോ, അത് ഒരു അസുഖത്തിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമുക്കത് ആ ഒരു എനർജി ഫീൽ ചെയ്യും. ഒരു ആക്ടറിൻ്റെ ഒരു എനർജി വെറുതെ ആ നെഞ്ചിലൊക്കെ കിടക്കുമ്പോഴും അല്ലെ കയ്യിൽ പിടിക്കുമ്പോഴും ഒക്കെ നമുക്കറിയില്ലല്ലോ. അത്രയും വലിയൊരു ക്യാരക്ടർ ഈ ഒരു അവസാന സമയത്താണ് വേറൊരെണ്ണത്തിലും ചെയ്തത്. ഞാൻ ഈ പ്രഭ പറഞ്ഞ അറിവല്ലാതെ അമ്മച്ചി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ലളിത ചേച്ചി ആ ക്യാരക്ടർ ചെയ്തപ്പം അതിനപ്പുറത്തല്ല, കറക്റ്റാ. പ്രഭയ്ക്കും മനസ്സിലായി അത് തന്നെയാണ് അമ്മച്ചി. കാരണം അത്യാവശ്യം കുറച്ച് അവിടെ എന്താ ഐഡി പിള്ളേരെന്ത് പറയുന്നു, ഈ വീട്ടിൽ എന്ത് നടക്കുന്നു, എല്ലാ കാര്യങ്ങളും അമ്മച്ചിക്ക് അറിയണം. എന്നാൽ പ്രഭയോട് ദേഷ്യപ്പെടുകയും ഭയങ്കര സ്നേഹമുണ്ട്. ഇതൊക്കെ അമ്മച്ചി അവിടെ നല്ല അമ്മച്ചിയാണ്. എന്നാൽ കണ്ടാൽ എപ്പോഴും ചീത്ത വിളിയാണ്. അല്ലെങ്കിൽ ജോലി അത് ചെയ്യിപ്പിക്കും, എപ്പോഴും ജോലി ചെയ്യിപ്പിക്കും. ഒന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക്, എപ്പോഴും ഇല്ല. സമയം വരാത്തനൊക്കെ പറയോ? എല്ലാത്തിനും ഒരു ആക്ഷൻ ഉണ്ട്. എല്ലാവരും ഒരു ഇതാണ് ഡാൻസിന്റെ ഒരു ഫീലാണ്. ഭയങ്കര ഡിഫറൻസാണ് കേട്ടോ. അതാണ് ഇപ്പം സിനിമയിൽ നമ്മൾ കാണുന്നതും. ഇപ്പം ലളിത ചേച്ചി ഈ സിനിമയിൽ നിങ്ങൾ തമ്മിലുള്ള രംഗം, വീട്ടിൽ നിന്ന് നീ പോവാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ അതൊക്കെ ചേച്ചി ഡയലോഗ് ആ സമയത്ത് 1-2 നമ്മൾ പ്രോംപ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ ഇമോഷൻ വരുന്ന സമയത്ത് ചേച്ചി പഴയതിനേക്കാളും കൂടുതലാണ് ഇമോഷണലി. അതുപോലെ തന്നെ ചേച്ചിയുടെ പെർഫോമൻസ് നമുക്ക് ഒരിക്കലും ഓർക്കുമ്പോൾ പോലും ഭയങ്കര സങ്കടമുള്ളൊരിതാണ്. അത് ആ ഒരു അത്രയും വലിയ, ഞാനും വിചാരിച്ച ലളിതാമ്മേൻ്റെ കൂടെ പണ്ടൊക്കെ അഭിനയിച്ചതുപോലെയല്ല, കുറച്ചും കൂടി ഭയങ്കര സോഫ്റ്റായി പോയിരുന്നു ആ സമയമായപ്പോഴത്തേക്കും. അപ്പോൾ അത് പറയാൻ പറ്റുന്നില്ല. അത്രയും വല്ലാത്തൊരു ഫീലാണ്. അതൊരു വലിയൊരു ഭാഗ്യം കൂടിയാണ്. ഞാൻ വീണ്ടും സാറിനോട് താങ്ക്സ് പറയാണ്. അങ്ങനെ ഒരു ഒപ്പത്തിനൊപ്പം നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ. അതൊക്കെ നമ്മളുടെ നിയോഗം. കാരണം എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ലളിത ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി അവസാനം അഭിനയിച്ച സിനിമയും എൻ്റെ കൂടെ ആകുമ്പോൾ ഞാൻ ഭാഗ്യമായിട്ട് കാണുകയും ചേച്ചിക്കും ഒരുപക്ഷെ എൻ്റെ കൂടെ അഭിനയിച്ചു എന്നുള്ളൊരു സന്തോഷം എന്നോട് എപ്പോഴും പറയായിരുന്നു. ജയ, നമുക്ക് ഒരു നാഷണൽ അവാർഡ് എൻ്റെ സിനിമയിൽ അഭിനയിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജയ ഒരെണ്ണം കൂടെ ചെയ്യണം നമുക്ക്. അങ്ങനെ മാറ്റാത്തി സാറാ ജോസഫിൻ്റെ അത് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അത് ഇതുപോലെ തന്നെ ഒരു വീട്ടിലെ അമ്മച്ചിയുടെ കഥയും അവിടെ വരുന്ന ഒരു പെൺകുട്ടി വേലക്കാരിയായിട്ട് വരുന്ന അവളുടെ ജീവിതവും കൂടെ ചേർന്ന് വരുന്ന നല്ലൊരു കഥയായിരുന്നു. പക്ഷെ അത് പറ്റില്ല.
എന്തായാലും ഇതൊരു ലളിതാമ്മ എപ്പോഴും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു, ഇതൊരു ഇൻ്റർവ്യൂവിൽ ഗൃഹലക്ഷ്മിയിൽ അങ്ങനെ പിൻതലമുറക്കാരായ ആരെയൊക്കെ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൽ മഞ്ജുപിള്ള ചേച്ചിയുടെ എൻ്റെയും പേര്, അന്ന് ലളിതാമ്മയ്ക്ക് എന്നെ അറിയൊന്നുമില്ല, സീരിയലൊക്കെ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ, പിന്നീടാണ് ഞങ്ങൾ പരിചയപ്പെടുകയൊക്കെ ചെയ്തത്. അപ്പം അതും എനിക്ക് വലിയൊരു സന്തോഷമാണ്. പിന്നെ അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കൂടെ നിന്ന് ഇത്തിരിയൊക്കെ വേഷം ചെയ്തിട്ടുള്ളൂ, ഇത് ത്രൂ ഔട്ട് കുറേ നേരം കൂടെ. ഇതാണ് ലളിത ചേച്ചിക്ക് കിട്ടിയ അനുഗ്രഹീതമായിരുന്നു. കാരണം വീട്ടുവേലക്കാരിയോ സെക്സ് വർക്കറോ ഏത് ക്യാരക്ടറിലേക്ക് പെട്ടെന്ന് മറിച്ചാവും. നമ്മൾ ആദ്യം പറഞ്ഞില്ല, എല്ലാവരും എന്നെ വിളിക്കുന്ന ഒരു പരാതി പോലെ പറഞ്ഞു, പക്ഷേ അത് ശരിക്കും ഭാഗ്യമാണ്. എല്ലാവരെയും കിട്ടില്ല, എല്ലാവർക്കും കിട്ടില്ല അത്. കാരണം ചേച്ചിയെ നമുക്കറിയാം, ചുറ്റുമുള്ള ഏത് കഥാപാത്രത്തിനോടും ചേച്ചി സമാനമായിട്ട് അഭിനയിക്കും. ഏതും ചേച്ചി നോക്കി ഞാൻ എത്രയോ അനുഭവങ്ങൾ പാളിച്ചോള് തൊട്ട് എത്ര സിനിമകൾ ചേച്ചി കണ്ടിരിക്കുന്നു. അപ്പോൾ അനുഭവം അതുപോലെ തന്നെ ചേച്ചിയുടെ ജീവിതം ഇതെല്ലാം ചേർന്ന് ഒന്നിച്ചാണ് നിൽക്കുന്നത്. ജീവിതാനുഭവങ്ങളും സിനിമയിലും എല്ലാം ചേച്ചി അതിൽ നിന്ന് വേർതിരിച്ച് കാണാൻ പറ്റില്ല. അതാണ് ചേച്ചി അവസാന നിമിഷം വരെ ചേച്ചി അങ്ങനെ തന്നെയായിരുന്നു. ആ വേദനകൾ മനസ്സിൽ സൂക്ഷിക്കുകയും അതേപോലെ തന്നെ ചേച്ചി ചുറ്റുമുള്ള എല്ലാവരോടും വളരെ തുറന്നാണ് സംസാരിക്കുക വെച്ചത്. ചേച്ചി ലളിത ചേച്ചി അന്ന് വന്നില്ലേ? ആ, പ്രഭ കണ്ടിട്ടുണ്ട്. അതെ, ഇവര് ഒരുമിച്ച് അഭിനയിക്കുകയൊക്കെ ചെയ്തല്ലോ നമ്മൾ ആ പാട്ടില്. പാട്ട് ഡാൻസ് ചേച്ചിക്ക് ഇവരായിരുന്നു. മോനുണ്ട് സിദ്ധാർത്ഥ ഉണ്ടല്ലോ. വലിയ സങ്കടമാണ്. അവിടെ ചേച്ചി ഇടയ്ക്ക് വരുമായിരുന്നു, അപ്പുറത്ത് ചേച്ചി എടുത്ത് വരുമായിരുന്നു. അപ്പോൾ ഇതൊരു ജീവിതമാണോ സിനിമയാണോ പ്രഭയുടെ ജീവിതം? അതിനകത്ത് എൻ്റെ ജീവിതമുണ്ട്. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞ് സുരഭിയുടെ ഉണ്ട്. കാരണം ഇതെല്ലാം കൂടെ മിക്സ്ഡാണ്. ലളിത ചേച്ചി എല്ലാം കൂടെ ചേരുമ്പോൾ ഇമോഷൻസ് അല്ലേ, ഭയങ്കര ഒരു ബന്ധങ്ങളുടെയും സത്യത്തിൻ്റെ ഒക്കെ നമുക്ക് തോന്നും ഈ സിനിമയിൽ. അത് നമ്മൾ വളരെ കുറച്ച് ദിവസങ്ങളാണെങ്കിൽ കൂടി ഓരോ വീട്ടിൽ നമ്മൾ കുറേ ദിവസമായിട്ടുള്ളതുപോലെയും ആ പയ്യന്മാരുടെ കൂടെയുള്ള സീൻസ് ആണെങ്കിലും നമ്മളൊരു ന്യൂ കപ്പിൾസ് അവർ കല്യാണം കഴിച്ച് ഒരുപാട് ജീവിതങ്ങൾ കാണിച്ചും കാണിക്കാതെയൊക്കെ അതിനിടയിൽ കൂടെ പറഞ്ഞു വിടുക. അതൊരു നല്ല ഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. അതുകൊണ്ടായിരിക്കും ഞാൻ ഒന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ചാടിക്കയറി ഏറ്റെടുത്തത്. എല്ലാം അറിയുന്നവർക്ക് പേടിയാണല്ലോ, അപ്പോൾ ഒന്നും അറിയാത്തവർക്ക് ആ വളവിൽ പ്രേതമുണ്ട്. ഈ ഒന്നും അറിയില്ലായ്മയാണ് ഏറ്റവും നല്ലത്. ജീവിതത്തിലും എനിക്കിപ്പോഴും ഒരു സിനിമ 45 പടം കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് സിനിമ ചെയ്യുന്ന തലേദിവസം ടെൻഷൻ ഉറങ്ങാൻ പറ്റില്ല. കാരണം എനിക്ക് അറിയില്ല എന്നൊരു തോന്നലാണ്. അത് എന്താണ് നാളെ ചെയ്യുന്ന ആ ഷോട്ട് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ഷോട്ട് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ ഇതിലേക്ക് പെടും. ഞാൻ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് ഭക്ഷണം കഴിക്കാനോ ഇതിനൊക്കെ നമുക്ക് ഭയങ്കര പേടിയാണ്. ഇവരുമായിട്ട് സുരഭി എന്ന് പറയുന്ന ഒരാളുടെ ഒരു ക്യാരക്ടറിലേക്ക് പോയി പിന്നെ ഒറിജിനൽ ആയിട്ടുള്ള ഒരാളുടെ ആ കഥാപാത്രവുമായിട്ടൊന്ന് ചേർന്ന് വരാവുന്ന ആ സമയം വരെ എനിക്ക് ഈ സ്റ്റേജിൽ കയറുന്ന അതേ ടെൻഷൻ. ഞാൻ വിറച്ചിട്ടാണ് കോസ്റ്റ്യൂമൊക്കെ മാറ്റുന്നത്. പേടി അഭിനയിക്കാൻ ബെസ്റ്റാണെന്ന് അല്ല, എനർജി, എല്ലാത്തിനും ധൈര്യം, എല്ലാത്തിനെയും ഫേസ് ചെയ്യാൻ പേടിക്കണ്ട. കാരണം പ്രഭയുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ ഓർക്കും എങ്ങനെ സർവൈവ് ചെയ്യും. ഒറ്റയ്ക്ക് നോക്കുകയാണ്. പ്രഭയുടെ മാത്രമല്ല, പ്രഭ ജോലി ചെയ്യുന്ന 4 വീട്ടിൽ എല്ലാ റിഫ്ലക്ഷൻസും പ്രഭയെ ബാധിക്കുന്നുണ്ട്. അതിനൊക്കെ പ്രഭ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാണ്. മനസ്സിലായി? ദൈവമുണ്ട്. അതെ, അവർ ആറ്റിറ്റ്യൂഡ് ഒരു ഇതില് എല്ലാം ദൈവത്തിലേക്കാണ് അവർ വെക്കുന്നത്. ആണോ? കൊപ്പറത്ത് ഇവിടെ അമ്പലമുണ്ട്, കൊപ്പറത്ത് ദേവിയുണ്ട്. അതെ, അത് ഈ സിനിമയിലും നമ്മളത് കാണിക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എന്തിനേയും അവർ കണക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ശിക്ഷിക്കാൻ ഏൽപ്പിക്കുന്നതും അനുഗ്രഹിക്കാൻ അങ്ങനെ എല്ലാം ദൈവത്തിലേക്ക് വെച്ച് അതാണ് ദൈവമായിട്ടുള്ള ഒരു കണക്ഷൻ. അത് ബാക്കിയുള്ള ആൾക്കാർ സ്വന്തം ആരോടും ഇതല്ല, എല്ലാം ദൈവം കൊടുക്കും. ഒരു ജനലുമായിട്ട് പ്രഭ വള്ളത്തിൽ പോകുന്നുണ്ട്. കാരണം അതിലുണ്ട് ആ സിനിമ മുഴുവൻ ഉണ്ട്. കാരണം എല്ലാവരും ആരോ ഉപേക്ഷിച്ച പഴയ ഒരു ജനൽ അത് ദ്രവിച്ചു തുടങ്ങിയതാണ്. അത് വള്ളത്തിൽ കൊണ്ടുപോയി അതിലൂടെ പുറത്തേക്ക് ലോകം കാണുന്ന പ്രഭ. അതാണ് നമ്മളുടെ അതിൻ്റെ ഒരു ഫീല്. അതിപ്പോൾ എനിക്ക് ശരിക്കും സുരഭിയും പ്രഭയും മാറി ചിന്തിക്കാൻ പറ്റുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഓഡിയോ റിലീസിന് അവിടെ കണ്ട പോസ്റ്ററിൽ പ്രഭ ഇരിക്കുന്ന പോലെ ആ മുടിക്കെട്ടും ആ നോട്ടവും ഒക്കെ
നമുക്ക് ആ എനർജിയും തോന്നി കേട്ടോ. സുരഭി നടക്കുന്നതിലൊക്കെ ആ സെയിമാണ് പ്രഭ നടന്നു വരുന്നത്. ഒറ്റയ്ക്ക് ഇന്നോളും. അതെ. പിന്നെ ഭയങ്കര സദാചാരിയായിട്ടുള്ള ഒരാളാണ്. ഒരു അങ്ങനെ ഇടാൻ പറ്റില്ല, അവരുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല, കുറേ നേരം ഫോണിൽ, അങ്ങനെ സമൂഹത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ്, മൊത്തത്തിലുള്ള പല പല ആറ്റിറ്റ്യൂഡുകളും മുഴുവൻ അറിയും. വായിക്കാൻ അറിയില്ല അതൊന്നുമില്ല. ഇവിടെ ചുറ്റും നടക്കുന്ന മുഴുവൻ കാര്യവും പലതും പ്രഭ പറഞ്ഞ ഞാൻ അറിയുന്നത്. ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അവിടെ ഒരാൾ മരിച്ചു, ഇതെല്ലാം അറിയുന്ന പ്രഭ പറഞ്ഞിട്ടാണ്. വരുന്ന വഴിക്കെല്ലാം എല്ലാ ന്യൂസും എടുത്ത് BBC പ്രഭ. അതെ, ഇവര് ഈ സംസാരിക്കാത്തതുകൊണ്ട്, ഇവര് ഇപ്പം ചെവിയും കേൾക്കാത്തത് കൊണ്ട് ചുറ്റും വളരെയധികം ശ്രദ്ധയുണ്ട് നമ്മളെക്കാൾ കൂടുതൽ. ഓരോ അനക്കങ്ങളും അവർക്കറിയാം. ഇവിടെയുള്ള ഞങ്ങളുടെ പട്ടിയുണ്ട്, ഞങ്ങളോട് പെരുമാറുന്നതല്ലല്ലോ പ്രഭോട് പെരുമാറുന്നത്. ഭയഭക്തി ബഹുമാനം. റൂമി ആ അവനെ കണ്ട പ്രഭയുടെ ചലനം നമ്മളറിയില്ല. പ്രഭു അവൻ അത്ര ദൂരെ നിന്ന് ചെന്ന് കൂടെ വരുന്ന വരവ് കണ്ടാൽ സ്വന്തക്കാർ വരുന്ന പോലെയാണ്. ഒന്നിച്ച് വന്ന് വിട്ട വിളിയിലകത്ത് കൂട്ടി കയറികളും, ഒരു ഇതുമില്ല. അപ്പം ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്താ ചെയ്യുന്നത് അത് അറിഞ്ഞിട്ടൊന്നും ആണോന്ന് അറിയില്ല. അപ്പം ശരിക്കും ആ കൈവെപ്പൊക്കെ സുരഭി കറക്റ്റാണ്. ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അവിടെ ബാച്ചിലേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴും നൈറ്റ് കുറച്ച് കുത്തി ഇങ്ങനെ വെച്ചിട്ട് ചോദിക്കില്ലേ, അത് കറക്റ്റാണ്, ഇത് തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കിയിട്ട് അത് കറക്റ്റല്ല, കുറച്ചും കൂടി സ്പീഡിൽ എന്നൊക്കെ വന്ന് പറഞ്ഞു തന്നു. അങ്ങനെ വീണ്ടും നമ്മൾ റീടേക്ക് ചെയ്ത്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതം ഫ്രെയിമിലേക്ക് ഇങ്ങനെ മാറുന്ന നോക്കിക്കൊണ്ടിരിക്കുകയും അതിന് സംവിധായകനോടൊപ്പം തന്നെ പിന്നിൽ നിന്ന് നടിക്ക് നിർദ്ദേശം തരികയും ഞാൻ ഇങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാണ്, ഒന്നും കൂടെ പോയിട്ട് വാ എന്ന് നമ്മളെ സൈൻ ലാംഗ്വേജിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആജ്ഞാപിച്ച് ചെയ്യിപ്പിക്കും. അത്ഭുതം. ലോകത്ത് തന്നെ ഇപ്പം ഞാൻ ഇൻ്റർവ്യൂ നിങ്ങളെ ഒരു സിനിമയുടെ സംവിധായകൻ, അതും പ്രഭയുടെ ജീവിതം മുഴുവൻ അറിയാവുന്ന ഒരാൾ, ഞാൻ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഇതൊരു ഭാഗ്യം കൂടിയാണ് അല്ലേ? വേറെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചിലപ്പോൾ ഒരു വർഷം ഉണ്ടാവും തന്നെ ഇല്ല സാധ്യത. ഒരു സിനിമ അഭിനയിക്കണം. ഇതിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ നമ്മളെ പാട്ടിൻ്റെ ഇടയിലൊക്കെ. അപ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ബാക്കിയുള്ള ആളുകളെക്കാൾ കൂടുതൽ താളത്തിൽ അത് കഴിഞ്ഞു. കാരണം ഇവരുടെ മനസ്സിൽ ആ താളം കിട്ടിക്കഴിഞ്ഞു, പാട്ട് നിന്നത് അറിയുന്നില്ല. പക്ഷെ അപ്പോഴും അത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും നിർത്തുമ്പോൾ അത് നോക്കി നിർത്തും. പാട്ട്, ഡാൻസ് പ്രഭ നന്നായിരുന്നു. അന്ന് നിരഞ്ജന നല്ല സൗന്ദര്യമുള്ള ആൾക്കാരെയും കാണാൻ ഭംഗിയുള്ള ഒരു പ്രത്യേക മമതയും സ്നേഹവും സൗന്ദര്യത്തിന് കുറച്ച് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരാളും കൂടെ. പ്രഭ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യും. പ്രഭ സാരി ഉടുക്കുന്നത് കാണാൻ തന്നെ ഒരു ശരിക്കും ഒരു വൃത്തിയാണ്. വൈകുന്നേരം സാർ തന്ന സമ്മാനം തരുന്നുണ്ട്. സമ്മാനം ജോലി കഴിഞ്ഞ് വൈകിട്ട് പോകുമ്പോഴേ ഇതെല്ലാം കഴിഞ്ഞ് അതേപോലെ ഒരു ബാഗും കയ്യിൽ പിടിച്ച് സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുങ്ങി മുടിയും കെട്ടി ഇങ്ങനെ പോകുമ്പോൾ വന്നതിനേക്കാളും ഫ്രഷാണ് ഇത്രയും ജോലി ചെയ്തിട്ട് പോകുമ്പോൾ. നമ്മൾ പ്രഭ ചേച്ചി ഉപയോഗിച്ചിരിക്കുന്ന അതേ സഞ്ചി തന്നെയാണ് നമ്മൾ അതിനകത്ത് ഉപയോഗിച്ച് പുതിയതൊരെണ്ണം കൊടുത്തിട്ട് സഞ്ചി ഞാൻ സിനിമയിൽ അയ്യോ നമുക്ക് വേറെ വാങ്ങാം. കീരി എന്ന് പറയുന്നത് തന്നെ ഭയങ്കര എക്സ്പ്രസീവ് ആണ്. പിന്നെ പോയോ? ഞാനത് ഹയാത്ത് നിർത്തൊരു കവർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവർ കൊടുത്തിട്ടാണ് മറ്റേത് എനിക്ക് തരുമെന്ന് ചോദിച്ച് വാങ്ങിച്ചത്. കളറൊക്കെ ഇഷ്ടപ്പെട്ടു. എല്ലാ സീരിയലും കാണും, സിനിമ എല്ലാം കാണാം. മുഴുവൻ ഇരുന്ന് കണ്ടിട്ട് അവിടെ എന്താ പറഞ്ഞതല്ലോ, പക്ഷെ കരയുന്നതാണ്. സിനിമ സീരിയൽ എല്ലാം കറക്റ്റ്. എല്ലാ നടന്മാരെയൊക്കെ കാണിച്ചു തരും. മോഹൻലാൽ വന്നു, വേറെ ഇതാക്കി, പിന്നെ മമ്മൂട്ടി. മോഹൻലാൽ എങ്ങനെയാ? മോഹൻലാൽ സിനിമ എങ്ങനെയാ അഭിനയിക്കുന്ന? എങ്ങനെയാ? മമ്മൂട്ടി ഇല്ലേ? സിനിമ നമ്മുടെ കണ്ടിട്ടില്ലേ? വേറെ മമ്മൂട്ടി ഇവിടെ വന്നിട്ടുണ്ട്. മമ്മൂട്ടി വന്ന് കണ്ട് ആഹാരമൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട്.
മമ്മൂട്ടി വന്നു അന്ന് പണ്ട് ഇവിടെ വന്നു. ഇവിടെ വന്നവരൊക്കെയാണ് മെയിൻ. അത് രഞ്ജി പണിക്കർ രഞ്ജി ആ രഞ്ജി 2 പ്രാവശ്യം വന്നു. സുരേഷ് ഗോപി 4 പ്രാവശ്യം വന്നു. അതാരത്? രഞ്ജിയാണോ? രഞ്ജിത്ത് ഡയറക്ടർ രഞ്ജിത്ത്. കൊറേ പേരെ കണ്ടിട്ടുണ്ട് അല്ലേ? ആശ ശരത്, ഇന്ദ്രൻസ് അന്ന് സിനിമ ഇന്ദ്രൻസ്. കണ്ടോ ഇന്ദ്രൻസേട്ടനെ? കണ്ടോ ഇന്ദ്രൻസേട്ടനെ? കണ്ടോ? അതല്ല ഇങ്ങനെ കാണിച്ചേ കൊടക്കമ്പി എന്നുള്ള രീതിയില. പിന്നെ ആശ പൊന്നമ്മ ചേച്ചി ആശ 5 പ്രാവശ്യം കണ്ടു. അതാരാ? മനസ്സിലായിട്ടില്ലെങ്കിൽ ദേഷ്യവും പിടിക്കും. പെട്ടെന്ന് ദേഷ്യം പിടിക്കും ഇവർക്ക്. അതാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഓടിച്ചു വിടും. പിന്നെ ഞാൻ പോയി പ്രവേശ് ചെയ്തിട്ടില്ല ഓരോന്ന്. ഡാൻസ് കളിച്ചതോ? ഡാൻസ് അറിയില്ല. കുഴപ്പമില്ല. പിന്നെ വീട് അപ്പം പ്രഭയ്ക്ക് ഇപ്പം കുട്ടിയായി, അല്ലെങ്കിൽ ആ കൊച്ചുകുഞ്ഞ് വന്നതിന് ശേഷം പ്രഭയ്ക്ക് കുറച്ചുകൂടെ മുകളിലൊരു ഇതൂടെ ഒരു നിലം കൂടെ പണിയണമെന്നുണ്ട്. അത് ചെയ്തു കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഈ ഇവിടെ താഴെ കുറച്ച് സൗകര്യം കാണുമെന്ന് വിചാരിക്കും. അപ്പം അതുപോലെ തന്നെ നമ്മുടെ സിനിമയിലും അതുപോലെ ഒരു വീട് ആഗ്രഹിക്കുന്ന, അത് എല്ലാവരും ഉപേക്ഷിക്കുന്ന സാധനങ്ങൾ കൊണ്ടൊരു വീട് ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ഒരു രസമുണ്ട്. ഈ പെയിൻറ്റ്, ഒരു വീട്ടിൽ പെയിൻ്റ് അടിക്കും, പല കളേഴ്സ് കിട്ടി, മിച്ചം വന്ന് നീ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അതെല്ലാം കൊണ്ടുപോയിട്ട് പ്രഭയും മകനും കൂടെ കലക്കി ഒരു നിറമാക്കിയിട്ട് അതുകൊണ്ടൊരു പെയിൻ്റ് അടിക്കുന്ന രംഗം. പിന്നെ ആ ജനൽ വെച്ചിട്ട് മകനും പ്രഭയും അവളെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു ഫ്രെയിം. പിന്നെ ഒരു ചാരികസാര വള്ളത്തിൽ കൊണ്ടുവരുന്നൊരു, അതെ, കാരണം ആ ചാരികസാരയ്ക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കാരണം ആ വീട്ടിലെ കാരണവരിയ്ക്കുന്ന ചാരികസാരമാണ്. അത് ആ വീട്ടിൽ നിന്ന് ആദ്യം ഉപേക്ഷിക്കപ്പെട്ടത് അതാണ്. പക്ഷെ അതൊരു ചാരികസാര മാത്രമല്ല ശരിക്കും ഉപേക്ഷിക്കപ്പെട്ടത്. ഒരു കാലം, ഒരു സംസ്കാരം, അല്ലെങ്കിൽ ഒരു ജീവിത രീതി, ഇതൊക്കെയാണ് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് അവള് പക്ഷെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുകയാണ് വീട്ടിൽ. അവരുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന, ആരും വേണ്ടാത്ത. പിന്നെ വേറൊന്ന്, IT പിള്ളേർ ഒഴിവാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വേസ്റ്റ് എന്ന് പറയുന്നത്, ഇതെല്ലാം കൊണ്ടുവന്നിട്ട് അവളുടെ വീട്ടിലെ ഓരോ ഫർണിച്ചറായി മാറുകയാണല്ലോ. ഇതൊക്കെ നമ്മളെ പ്രസൻറ്റ് സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യപ്പെടുകയാണ്. അതാണ് പ്രഭയുടെ ജീവിതം. പ്രസൻ്റ് ആണോ പഴയതാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും പുതിയതുമാണ്. വീട്ടിലേക്കുള്ള വഴി ചെറുതാണ്, കുറച്ചുകൂടെ വലുതാക്കണം. അവരാരും സ്ഥലം കൊടുക്കുകയല്ല. നല്ല കുറച്ചുകൂടെ വീതി ഉണ്ടെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വീടിന് മുറ്റത്തില്ല, പക്ഷെ അത്രയും പോലും പറ്റില്ല. ഇപ്പം നിർത്തി നടക്കണം. കാരണം ഇതിൻ്റെ ഈ എക്സ്പ്രഷനാണ്. ഞാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ പ്രഭയെ കാണുമ്പോൾ ഓരോന്നിനും, ഓരോ ഡയലോഗിനും ഒരു എക്സ്പ്രഷനുണ്ട് അല്ലേ, കയ്യിൽ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതാണ് ഭംഗി. ഈ സൈൻ ലാംഗ്വേജ് നമ്മളിങ്ങനെ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ഇത് രസമുണ്ട്. എല്ലാത്തിനും ഒരു ഇതുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, അവരങ്ങനെ ചെയ്യും.
ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ തമ്മിൽ ഈ ആംഗ്യത്തിൽ മാത്രം സംസാരിച്ചേ? വഴിയില്ല നിൽക്കുന്നത് എപ്പോഴും. അപ്പം വഴിയിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല. വിളക്ക് ലൈറ്റില്ല. ഞാൻ ചോദിച്ചു വേറെ വീട്, പക്ഷെ വേണ്ട. കാരണം തൊട്ടടുത്താണല്ലോ ബ്രദറും സിസ്റ്ററും എല്ലാവരും താമസിക്കും. അപ്പോൾ അവരുള്ളത് കൊണ്ട് പോകാൻ ഇഷ്ടമില്ല. അവിടെ തന്നെ വീടിൻ്റെ മുകളിൽ വീട്ടിൽ മതി. കാരണം ഇവർക്ക് രണ്ടാൾക്കും ആരും സംസാരിക്കാത്തതുകൊണ്ട് വീട്ടിൽ വേണ്ടെന്ന് പറഞ്ഞു. അവിടെ മതി. ഓക്കെ. ചുറ്റുപാടോ അപ്പൊ ഒരു പാവം അല്ല, ദൈവം. ഒറ്റയ്ക്ക്. കാരണം ഭർത്താവ് എന്നാ പോയത്? ഭർത്താവ് ഒരു കുടിയനായിരുന്നു ഒരുപാട് കാലം മുമ്പ്. എത്ര 10 വർഷം 20 വർഷം മുമ്പ് പോയി, ഉപേക്ഷിച്ചു പോയി. അപ്പോൾ ഒറ്റയ്ക്ക് പ്രഭയും മകനും മാത്രം. മാറി. ഇത് രജിസ്റ്റർ ഓഫീസിൽ പോയി ഡിവോഴ്സ് ചെയ്തു, മാറി. ശല്യം ഉണ്ടാവാതിരിക്കാൻ. ഒരു മോൻ മാത്രം. പോലീസൊക്കെ ആയിട്ട് ഭയങ്കര കണക്ഷൻ. പോലീസൊക്കെ സല്യൂട്ട് കൊടുക്കും. പോലീസ് ഇല്ല. എല്ലാവർക്കും ബഹുമാനമാണ് സംസാരിക്കുക. എല്ലാവരും കണ്ട് സല്യൂട്ട് കൊടുത്തിട്ട് പോരും. ഇതിനകത്ത് ആ വാവച്ചനെ സെക്യൂരിറ്റി ആണല്ലോ. വാവച്ചനെ പോയി തൊപ്പിലൊക്കെ പിടിച്ച് കവള തിരിഞ്ഞ് തിരിഞ്ഞിട്ട് പോകുന്ന ആ സീനിൽ വാവച്ച സത്യം വിചാരിച്ചു. ആള് പുലിയാണെന്നുള്ള വേണ്ട. വാവ നമുക്ക് ആലോചിച്ചാലോ? വൃത്തിയില്ല, ഇച്ചിരി കുറവാ. പല്ലില്ലല്ലോ ഇതൊക്കെ. വേണ്ട, അങ്ങനെയുള്ള പൈസ ഒന്നും വേണ്ട. ഇപ്പൊ ശരിക്കും സുരഭിക്ക് ഈ കഥാപാത്രങ്ങൾ, അതായത് ഇവിടെ ഈ വീട്ടിൽ വരുമ്പം സാധാരണ കാണുന്നതിന് വ്യത്യസ്തമാണല്ലോ. പ്രഭയും ബാവച്ചനും ചുറ്റും ഇതുപോലെ കുറെ ആളുകളും. അപ്പൊ എന്താ ശരിക്കും സുരഭിക്ക് തോന്നുന്നത്? എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. ഇവരൊക്കെ എത്ര വലിയവരും അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല എങ്കിൽ കൂടി നമ്മളുടെ ഒരു ജീവിത സാഹചര്യം അനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വാവച്ചന് അവരെ അത്രയും ഒരു VIP പോലെയാണ് വാവച്ചനെ സാറ് നോക്കുന്നു. അതേപോലെ പ്രഭയെ സാറ് നോക്കുന്നു. ഇപ്പോൾ വരുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകളെ നോക്കുന്നു. ഇവിടെയുള്ള ബാക്കിയുള്ള ആളുകൾ, നാട്ടിലുള്ള ആളുകൾ, ഇതെങ്ങനെയാണ് അങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് തോന്നും. ഇപ്പോഴൊന്നും ഞാൻ എപ്പോഴും നമ്മളെ സുഹൃത്തുക്കളോടും ഒക്കെ പറയാറുണ്ട്, ഇപ്പം സാറിൻ്റെ വാല്യൂ ഒന്നും ഇപ്പം ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെല്ലാം ആൾക്കാരൊന്നും പറയില്ല. ഇപ്പം നമ്മൾ അല്ല, അതിനകത്ത് ചെറിയൊരു ധ്വനിയുണ്ട്. മരിക്കുന്നതിന് മുൻപ് ഇതെല്ലാം ഒന്ന് ആക്കി തീർത്ത്. അങ്ങനെയല്ല. അല്ല, ഇപ്പൊ ഇവിടെ കാണുമ്പോൾ ഈ വീട്ടിൽ വരുമ്പോൾ തന്നെ ഇതൊരു ഭയങ്കര ഒരു ഗാലറി പോലെയാണ്. ഇവിടെ കിട്ടുന്ന നമ്മളൊക്കെ മനസ്സിൽ ആഗ്രഹിക്കുന്ന അവാർഡ്. ഇപ്പോൾ ഒരു അവാർഡ് കിട്ടുമ്പോൾ നമ്മളുടെ മനസ്സിൽ മനുഷ്യന്മാരാണെങ്കിൽ ഉള്ളിലുണ്ടാവും ഒരെണ്ണം കൂടെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം അത് നമുക്ക് ഫസ്റ്റ് കിട്ടും, നമുക്ക് അപ്രതീക്ഷിതമായിരിക്കും. നമുക്കൊന്നും പ്ലാൻ ചെയ്യാനോ ആസ്വദിക്കാനോ നമ്മളെന്തോ ഒരു ലോകത്ത് പെടുന്നത്.
അപ്പം അങ്ങനെ ഓരോന്ന് 3-4 ഇവിടെ അവാർഡുകൾ തട്ടി. ഞാൻ എല്ലാവരോടും പറയാം, അവിടെ സാറിൻ്റെ വീട്ടിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അവാർഡുകൾ ഓരോ വീടിൻ്റെ മുക്കിലും മൂലയിലായിട്ട് അത് തട്ടിയും നിറഞ്ഞ് നമുക്ക് നടക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു മനുഷ്യൻ്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നു. അല്ലെങ്കിൽ സാറിൻ്റെ സിനിമയിലൂടെ ഫസ്റ്റ് ആക്ഷൻ എന്ന് സാറ് പറയുന്നതിലൂടെ നമുക്ക് അഭിനയിക്കാൻ പറ്റിയ ആ ഒരു തുടക്കം എന്നെ എങ്ങനെയാ സുരഭി ശരിക്കും ആദ്യം ഞാൻ സുരഭിയെ സിനിമയിലേക്ക് ക്ഷണിക്കുകയാണല്ലോ, അതിന്റെ ആ ഒരു അന്തരീക്ഷം ജനങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു കേൾക്കാൻ. അത് ഇപ്പോൾ പെരിന്തൽമണ്ണ നമ്മുടെ യൂത്ത് ഹോസ്റ്റലിൽ നടക്കുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചിട്ടുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ പപ്പ എവിടെന്നെങ്കിലുമൊക്കെ കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഉള്ളതൊക്കെ വെച്ച് നമ്മളെ ഡാൻസിനും പ്രോഗ്രാമിനും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് അറ്റാക്കായിട്ടാണ് മരിക്കുന്നത്. ഇപ്പം നമുക്ക് വീട്ടിൽ പോയിട്ട് യൂത്ത് ഹോസ്റ്റലിനത് വേണം, ഭരതനാട്യത്തിന് 50,000 രൂപയാവും, കുച്ചിപ്പുടിക്ക് ഇത്ര രൂപയാവും എന്ന് പോയിട്ട് ആരോടും പറയാനൊന്നും നമുക്ക് പറഞ്ഞാലും ആരും ഈ സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളൊരു ഇതായിരിക്കും. പക്ഷെ എൻ്റെ രണ്ടാമത്തെ ചേച്ചി സുമ ചേച്ചി പറഞ്ഞു നമുക്ക് എന്തായാലും പോവാം, നമുക്ക് ഓട്ടംതുള്ളലല്ലേ, നമുക്ക് പാട്ടിൻ്റെ ആവശ്യമില്ല. അപ്പം സാറിനോട് ചോദിച്ചു നോക്കാം. ഈ പറഞ്ഞ പോലെ സാറിനെ പോലുള്ള ഒരു അധ്യാപകനാണ് അദ്ദേഹവും. പറഞ്ഞു നമ്മളെ കഴിവ് കൊണ്ട് ഒരു ഇഷ്ടപ്പെട്ടിട്ട് സാറ് പെട്ടെന്ന് പഠിച്ചെടുക്കുമെന്നൊക്കെ ഉള്ളത് കൊണ്ട് സാറ് പറഞ്ഞു ഞാൻ വന്ന് പാടാം, ബാക്കിയുള്ളവർ എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സാറ് വന്ന് ഓട്ടംതുള്ളൽ പാടിത്തരുന്നു. നമ്മളുടെ 1ാം സമ്മാനം 3ാം സമ്മാനത്തിലേക്ക് മാറിയെന്ന് ജഡ്ജസ് അനൗൺസ് ചെയ്യുന്നു. മരിച്ചിട്ടല്ലാതെ കേരളം മുഴുവൻ നമ്മളുടെ ഫോട്ടോ ഒന്ന് പത്രത്തിൽ വരണം. അത് എപ്പോഴും യൂത്ത് ഹോസ്റ്റലിൻ്റെ ബാക്ക് പേജിൽ ഇങ്ങനെ വരുമല്ലോ, ഇന്നതിന് 1ാം സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് അറിയണം എന്നൊരാഗ്രഹത്തിൻ്റെ പുറത്ത് ഞങ്ങൾ മീഡിയ ആയിട്ട് ബന്ധപ്പെടുന്നു. അപ്പോൾ അവർ ഒരു ന്യൂസും ഡാൻസ് പണ്ട് ഞാൻ കണ്ട് പറയാം. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അവർക്കൊരു ന്യൂസും കിട്ടുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതണമല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ അങ്ങനെ അച്ഛൻ മരിച്ചോണ്ട് ഞങ്ങൾ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടില്ലേ. പിന്നെ പിറ്റേന്നത്തെ പത്രം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ പോയിട്ട് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ നാണം കെടുത്താൻ പോയതാണോ എന്നുള്ളത്. അങ്ങനെ വലിയ ഇതൊന്നും പക്കമേളത്തിന് പണമില്ല, കണ്ണീരുമായി സുരഭി, കുപ്പത്തൊട്ടി. ഞാൻ കാണുന്നതാണ് പത്രത്തിൽ, അത് കണ്ടു. ഞാൻ സബിതയോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് പോയി വിളിക്കാൻ പറഞ്ഞു. അതെ, സബിത ചേച്ചി വന്ന് നമ്മളോട് എല്ലാവരും പറയുന്നു ഇപ്പോൾ വന്ന് മോണാക്റ്റൊക്കെ നന്നായിട്ടുണ്ട്. മോണാക്റ്റിൽ പിന്നെ പിറ്റേന്ന് മോണാക്റ്റിൽ 1ാം സമ്മാനം കിട്ടുന്നു, നാടകത്തിൽ മികച്ച നടിയാവുന്നു, പിന്നെ ഫുള്ള് സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഒരു ഇത് ഉർവശി ശാപ ഉപകാരം പോലെ സാറിൻ്റെ മുന്നിലേക്ക് അങ്ങനെയായിരിക്കും ആ ന്യൂസ് എത്തുന്നത്. രജനി എസ് ആനന്ദിൻ്റെ അല്ലേ, നമ്മൾ അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് എറണാകുളത്തേക്ക് വരുന്നത്. ഞങ്ങളൊക്കെ പേടിച്ച് പറിച്ചിട്ടാണ് എറണാകുളം സിനിമ, ഇത് നമുക്ക് പരിചയമല്ലോ. രഞ്ജിത്ത് സാറൊക്കെ ആ നാട്ടിലുണ്ടെങ്കിൽ കൂടി നമുക്കൊന്ന് എത്തിപ്പെടാൻ പറ്റുന്ന. പക്ഷേ ബൈ ദ പീപ്പിളിലെ ചെറിയ ക്യാരക്ടർ ആണെങ്കിലും അന്ന് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് അതിന്റെ പേര് കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് അറിയാവുന്ന ആരൊക്കെയാണെന്ന് തോന്നുന്ന കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഒരു ആ വൈബ്രൻസി അപ്പിയറൻസ് ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം, നന്നായി അറിയാം. അത് കഴിഞ്ഞ് വീണ്ടും 2 വർഷം കഴിഞ്ഞിട്ടാണ് അമൃത ടി വിയിൽ സാർ വീണ്ടും സെലിബ്രിറ്റി ജഡ്ജ്. അതിന് മുൻപല്ലേ നമ്മൾ ഗുൽമോഹർ ചെയ്യുന്നത്? അല്ല, അമൃത ടി വിയിൽ വന്നതിന് ശേഷമാണ് ഗുൽമോഹർ ചെയ്യുന്നത്. ഗുൽമോഹറിൽ ആ രംഗം ഒരു രംഗമുള്ളൂ, പക്ഷെ ആ കരയുന്ന രംഗം അന്ന് രഞ്ജി എല്ലാവരും പറഞ്ഞു ഭയങ്കര രസമായിട്ട്. നമുക്ക് അടുത്ത രഞ്ജിയുടെ സിനിമയിൽ തിരക്കഥയിലെ വിളിക്കുന്ന ആ രംഗം കണ്ടിട്ടുണ്ട്. കാരണം റാഗിങ്ങിന്റെ പേരിൽ മരിച്ച അനുജനെ നോക്കി കരയുന്ന വേറെ ഒരു സീൻ, ആദ്യം ഡയലോഗൊന്നുമില്ല, പക്ഷെ അവളുടെ എക്സ്പ്രഷൻ. ആ ഹോട്ടലിൽ രഞ്ജിത്ത് സാറുമായിട്ട് കുറേ ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരു കണ്ടുകൂട്ടുന്ന ഒരു സീനൊക്കെ അല്ലേ. അങ്ങനെയാണ് ബൈ ദ പീപ്പിൾ. പിന്നെ സിനിമയെ നമ്മൾ വിട്ടില്ല. നമ്മളുടെ ഒരു പാഷനും നമ്മളുടെ ഇഷ്ടവും ഒക്കെ ഇതിലായതുകൊണ്ട് അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല, ഈ ഒരു മീഡിയത്തിൽ ഇങ്ങനെ നിൽക്കുക എന്നുള്ളതുകൊണ്ട് ഡാൻസും നാടകവും സിനിമയും ഒക്കെ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ. ഞാൻ ആദ്യം ക്യാമറ തപ്പിയിട്ടുണ്ടായിരുന്നു. അത് അത്ര വലിയ ക്യാമറ കാണില്ല. നമ്മൾ കല്യാണ വീട്ടിലുള്ള ക്യാമറ അല്ലേ, അത് കല്യാണ വീട്ടിലാണെങ്കിൽ ആദ്യം ഫ്രണ്ടിൽ കൂടെ പോകും, പിന്നെ ബേക്ക് കൂടെ തിരിഞ്ഞ് വന്നിട്ട് ഒന്നും കൂടെ ഫ്രണ്ടിൽ കൂടെ വേറെ ആരുടെങ്കിലും കൂടെ കഥ പറഞ്ഞ് കയറിപ്പോവും, പിന്നെ 4 കുട്ടികളെ കൂട്ടി കയറിപ്പോവും. അതൊക്കെ ഇതിൽ പെടാനുള്ള നമ്മളുടെ ഒരു കുട്ടിക്കാലത്തെ ആഗ്രഹം കൊണ്ട്. അപ്പോൾ അതും നമ്മളെ ഹാൻഡിലുള്ളതല്ലേ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ വലിയ ക്യാമറ സ്റ്റാൻഡിൽ വെച്ചൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഒരാളെ ലൈറ്റ് മീറ്റർ, അത് രാജുവേൽ ഒളിവീരൻ എന്നാണ് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ക്യാമറ ഇത്. അപ്പോൾ ആ ലൈറ്റ് മീറ്റർ ഫ്രണ്ടിൽ വെച്ചാൽ ഞാൻ ഇത്ര ചെറിയ ക്യാമറയൊന്നും അഭിനയിപ്പിക്കാൻ ഇതെന്ത് പിടിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ നോക്കി. അങ്ങനെയൊക്കെയാണ് അത് വന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വരെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ തുടക്കം ഒരിക്കലും മോശമായിട്ടില്ല. ഇത്രയും വലിയൊരു ലെജൻഡിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അതിനേക്കാൾ കൂടുതൽ സുരഭി പോലെ അറിയാത്തൊരു സത്യമാണ്. സുരഭിയെ അറിയുന്നത് സുരഭിയുടെ സംഭാഷണ ശൈലിയിലൂടെ ആൾക്കാർ. ഇപ്പം മറ്റേ മൂസ എന്നുള്ള MIT മൂസയിലും പിന്നെ അതിലൂടെയാണ് പോപ്പുലർ ആകുന്നത്. അപ്പോൾ ആ സംസാര രീതിയാണ്. അപ്പം നമ്മളുടെ ഗ്രാമം നമുക്ക് തന്ന
ആ സൗഭാഗ്യം എന്ന് പറയുന്നത്. നമ്മളുടെ ഇല്ലായ്മകളുടെ കൂടെ അതെ ചുറ്റുമുള്ള മനുഷ്യരുടെ കൂടെ സംസാരിക്കുക, അതൊക്കെയാണ് നമ്മളുടെ വലിയ അനുഗ്രഹമായിട്ട് മാറുന്നത്. നമ്മളൊരു പട്ടണത്തിലാണെങ്കിൽ അത് നടക്കില്ല. കിട്ടില്ല. സുരഭി അതുകൊണ്ട് തന്നെ ഈ വൈവിധ്യങ്ങളായ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ഇതുകൊണ്ടാണ്. ഈ മോഡുലേഷൻ ചേഞ്ച് ഇപ്പോൾ ഇതിലുള്ളതും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ആക്ടർ ചെയ്യുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് അത് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നതും ആ തരത്തിലുള്ള സ്ലാങ്ങിലേക്ക്, മലപ്പുറം സ്ലാങ്ങിലേക്ക് പോകുന്നതും നോർമലിലേക്ക് പോകുന്നതും ഇപ്പം ഓരോ സിനിമയും വ്യത്യസ്തമായിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ടല്ലേ. അത് ജീവിതം അറിയാവുന്നതുകൊണ്ട് അത് തന്നെയായിരുന്നു ലളിത ചേച്ചിക്കും. ചേച്ചിക്ക് അറിയാം, ചേച്ചി അനുഭവിച്ച അത്രയും ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ ഒരു ആർട്ടിസ്റ്റ് അഭിനയിച്ചിട്ടുണ്ടാവില്ല. കാരണം 14-13 വയസ്സിലൊക്കെയാണ് ചേച്ചി നാടകരംഗത്തോട്ട് വരുന്നത്. അവിടെ നാടകത്തിൽ ഏറ്റവും അന്ന് ബുദ്ധിമുട്ടുള്ള കാലമാണ്. നാടകത്തിലും ചെറിയ ഇതൊക്കെയല്ലേ കിട്ടുള്ളൂ. അതിലൂടെ അഭിനയിച്ച് സിനിമയിലേക്ക് വരുമ്പോൾ തന്നെ ചേച്ചി കണ്ടീഷൻഡ് ആയിട്ടുണ്ട്, ജീവിതം കൊണ്ടും അനുഭവം കൊണ്ടും. അപ്പം അതുണ്ടാവാൻ പ്രാർത്ഥിക്കുക. ഒരു നടന് ജീവിത അനുഭവങ്ങളാണ് വേണ്ടത്. അല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഇവരെ പോലുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരു പട്ടണത്തിൽ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നതാണെങ്കിൽ അവർക്ക് കാണാനുണ്ടാവും. നമുക്ക് പെട്ടെന്ന് റെഫറൻസ് ഉണ്ട്, കുറേ കഥാപാത്രങ്ങളൊക്കെ കണ്ടും കേട്ടും. പിന്നെ ഒരു നല്ല നടനാവണമെങ്കിൽ അയാൾ ആത്യന്തികമായിട്ട് നല്ലൊരു മനുഷ്യനാവണം എന്നുള്ളതാണ് ഒരു ഇത്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ മാത്രം ഒബ്സർവേഷൻ. അപ്പം പ്രഭയെ സുരഭി നോക്കി പഠിച്ചു അല്ലെങ്കിൽ അറിഞ്ഞ് 2 ദിവസം കൊണ്ട്. ഒരു നോർത്ത് ഇപ്പം നിദാസ് ആയിരുന്നെങ്കിൽ കൂടെ അവരെത്രയോ ദിവസം വന്ന് നിൽക്കേണ്ടി വന്നു. കാരണം അവർക്കും ഇതിലേക്ക് മെർജാവാൻ കുറേ സമയം എടുക്കും. നമുക്ക് പെട്ടെന്ന് പറ്റിയെന്നുള്ള നന്ദി പറയാം ഈ അവസരത്തിൽ. നന്ദി ദാസിനോടും മഞ്ജു ചേച്ചിനോടും. കനിക്കും ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ കനിയുടെ ഡേറ്റ് ക്ലാഷ് ഉണ്ടാവും. അത് കനിക്ക് നല്ല ചലഞ്ചിങ് ആയിട്ട്. പിന്നെ ശോഭന മാം എന്തോ പറഞ്ഞു ചോദിച്ചില്ലേ സാർ അയച്ചു കൊടുത്തപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, ഇത്രയും എന്താണ് ഇങ്ങനൊരു പെർഫോമൻസ് ആർക്ക് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചെന്നോട്. അപ്പൊ അവർക്കൊക്കെ അതിന്റെ ബുദ്ധിമുട്ടാണ്. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും, കാരണം നമ്മൾ ബോംബാണെന്ന് അറിയാതെ കയ്യിലെടുക്കുമല്ലോ, അപ്പൊ കുഴപ്പമില്ല. അതെ, ആ വളവിൽ പോയാൽ അവിടെ പ്രേതമുണ്ടെന്ന് അറിഞ്ഞാലല്ലേ ആക്സിഡന്റ് ആവുള്ളൂ. അത് അറിയാണ്ട് പോകുന്നവർ അയാളായി ഇല്ലെങ്കിലില്ല. ഞാൻ അങ്ങനെയുള്ളതിലാണ് എടുത്തത്. പക്ഷെ മാക്സിമം അതിനോടൊരു ഏറ്റവും എൻ്റെ അതുവരെയുള്ള എൻ്റെ കഴിവ് വെച്ച് എൻ്റെ ഏറ്റവും മാക്സിമത്തിൽ നിന്നിട്ട് അതിനോട് നീതി പുലർത്തണം എന്നുള്ളത് മാത്രമേ. എനിക്ക് തീർച്ചയായിട്ടും ഒരുപാട് അംഗീകാരങ്ങൾ സുരഭിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. പിന്നെ എനിക്ക് ഒറ്റ കൺസേൺ ഉള്ളൂ, ഈ സിനിമ ഇറങ്ങി കഴിയുമ്പം പ്രഭയുടെ ജീവിതം ബുദ്ധിമുട്ടിലാവുന്നത്. ആൾക്കാരിതേ ഈ പ്രഭയുടെ കഥയാണ് എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നൊരാഗ്രഹം എനിക്കുണ്ട്. പിന്നെ പ്രഭ പലതും കേൾക്കുന്നില്ല എന്നുള്ള മാത്രമേ ഉള്ളൂ. അവർക്ക് പെട്ടെന്ന് അറിയാനുണ്ടാവില്ലല്ലോ, അല്ല പെട്ടെന്ന് സെലിബ്രിറ്റി ആയി പോവുകയും പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ടാവുകയും ചെയ്യുമ്പോൾ ഇതെങ്ങനെ പറ്റും സുരഭിക്കുക? അല്ലെങ്കിൽ ഈ ഒരു സാധാരണ അങ്ങനെ ഒരു കഥാപാത്രം ഒരു കഥയിലൂടെ മാത്രം വരുന്നു, ഇത് ജീവിതത്തിലൂടെയും കയറി വരുന്നു. അപ്പോൾ ഈ സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമയിലേക്ക് സുരഭി പോകുന്നു, ഞാനും പോകുന്നു. പിന്നെ ഒരു പ്രഭയുടെ ജീവിതം ഇങ്ങനെ തന്നെ വീണ്ടും ഒരുപക്ഷെ കണ്ടിന്യൂ ചെയ്യും. അപ്പം അതിനെ എങ്ങനെ നോക്കി കാണുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് ആ സിറ്റുവേഷൻ മനസ്സിൽ? അല്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം സാറ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയുന്നില്ല. പിന്നെ ഈ ഇതാണ് ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം. ചിലപ്പോൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുമായിരിക്കും. എൻ്റെ സിനിമയുണ്ട്, കാരണം പുള്ളിക്കാരി അതിലൊക്കെ അഭിമാനിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഉണ്ടോന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ആൾക്കാരെ ഇടിച്ചു കഴിഞ്ഞ വെച്ചിട്ട് നിപ്പൊക്കെ ഉണ്ട്. ചിലപ്പോൾ മൊബൈലൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇത് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറയുന്നത് എങ്ങനെയാണ്? ബുദ്ധി എങ്ങനെ പറഞ്ഞേ? അതെപ്പോഴും എല്ലാത്തിനും നല്ല ഈ ഉറപ്പാണ്, ഇതാണ് ഈ ഒരു ഉറപ്പ്. അപ്പൊ ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് എന്തായാലും പ്രഭ ചേച്ചിയുടെ ജീവിതം എങ്ങനെ നടന്നു പോകും എന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോ സാറ് വേറെ സിനിമകളിലൊക്കെ അവസരം കൊടുക്കേണ്ടി വരും. പ്രഭ മിക്കവാറും അഭിനയിപ്പിക്കേണ്ടി വരും. അതെ, നല്ല ആക്ടറാണ്. സിനിമ ഇല്ല, സുരഭി ഇല്ല, ഇനി സുരഭി ഡയറക്റ്റ് ചെയ്യട്ടെ, സുരഭി അഭിനയിക്ക്, പ്രഭ അഭിനയിച്ച് സുരഭി ഡയറക്റ്റ് ചെയ്യട്ടെ. പ്രഭചേരി പെട്ടെന്ന് ദേഷ്യം പിടിക്കും. ഈ പറയുന്ന പോലെ നല്ല 2 പ്രാവശ്യം കഴിഞ്ഞാൽ അപ്പോ ഓടിക്കും, നിലയ്ക്ക് നിർത്തും. അതുകൊണ്ട് ഇവിടെയുള്ള പട്ടിക്കുട്ടി വരെ പേടിച്ച് നിൽക്കുകയാണ്. ഇതിന്റെ ഈ സിനിമയ്ക്ക് ഏതെങ്കിലും തരത്തിൽ അംഗീകാരങ്ങൾ കിട്ടുന്നതൊക്കെ പ്രഭചേച്ചിയുടെ ജീവിതത്തിന് കിട്ടുന്ന അംഗീകാരമായിട്ടായിരിക്കും. അതൊന്നും നമുക്കറിയില്ല. ഓരോരുത്തരും നല്ലത് എന്ന് പറയുമ്പോൾ തന്നെ
അതാണ് നമ്മളുടെ ഒരു ഇത്. പ്രഭ ചേച്ചിനെ അറിയുന്ന ആളുകളുടെ ഇടയിൽ കൂടെ തന്നെയാണ് ഈ ഷൂട്ട് മുഴുവൻ പോയിട്ടുള്ളത്. ഇന്നലെ തൊട്ടാണ് ഞാൻ കോൺഷ്യസ് ആയി. കാരണം ഇന്നലെ തൊട്ട് പ്രഭ വൃത്തിയായിട്ട് നടക്കണം എനിക്ക്. കാരണം ഇന്നലെ ആയിരുന്നു ഓഡിയോ റിലീസ്. അവിടെ പ്രഭയെ നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുകയാണ്. പ്രഭ വൃത്തിയായിട്ട് നടക്കണം ഇനിയും. കാരണം പ്രഭ ഇനിയും ആൾക്കാർ ശ്രദ്ധിക്കും. പ്രഭയുടെ കഥയാണ്, അത് എൻ്റെയും കൂടെ ആവശ്യമാണ്. ഇതാണ് ഉത്തരവാദിത്വം. ഇവിടെ വരുന്നതോ എന്താണ് ഇവിടെ? ഇവിടെ എന്നാ വരുന്ന ഇവിടെ തന്നെ എത്ര വർഷമായിട്ട് ഇവിടെ ഉള്ളതാണെന്ന് അറിയായിരുന്നു. ഇവിടെ 10 or 15 ഇവിടെ 15 15 വർഷമായിട്ട് ഇവിടെയാണ്. മുകളിലത്തെ വീട്ടിൽ. അതെ, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കിടന്നുറങ്ങലും ഉറക്കത്തിലൊക്കെ സംസാരിക്കും. ഉറക്കം സംസാരിക്കുന്നുണ്ട്. ഞാൻ ആരാ നോക്കിയപ്പോ കുറെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത്. വിത്ത് ആക്ഷൻ ആണ്. വിത്ത് ആക്ഷൻ. പക്ഷെ രാവിലെ 4-5 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്ക് എണീറ്റ് ഇവിടെ എന്നും 5 മണിക്ക് എഴുന്നേറ്റ് നല്ല വൃത്തിയാണ് എല്ലാ കാര്യവും. നല്ല ടേസ്റ്റുമാണ്. ഫുഡിനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പ്രഭ ചേച്ചിക്ക് ഇത് വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അനുഗ്രഹമായിട്ട് ഈ സിനിമ വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതെ, നമുക്ക് അപ്പോഴെല്ലാം ചെയ്യുന്നത്. അതെ, പിന്നെ എല്ലാം ഞാനായിരിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെയുണ്ട്. ഇവിടെ ഈ വീട് എൻ്റെതാണ്, ഇത് നോക്കുന്നത് ഞാനാണ്. ഇവിടെ സാറും വൈഫും ഒന്നും ഇവിടെ ഉണ്ടാവാത്തപ്പോഴും എന്നെ ഏൽപ്പിച്ചാണ് പോകുന്നത്. ഞാനാണ് ഇതിൻ്റെ ഓളിനോള്. അങ്ങനെ മനസ്സിലായി. അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴേ ഓരോ ക്യാരക്ടർ പഠിക്കുന്ന സമയത്ത് ഒരു മൊത്തം അതൊക്കെ നമ്മളുടെ ബോഡി ലാംഗ്വേജിലും എല്ലാത്തിലും ആ നിപ്പിൽ അതൊക്കെയാണ് ആ രാജകീയമായിട്ടുള്ള നിപ്പ് എന്ന് പറയുന്നത്. അടിമുടി നോക്കി ഞാനാണ് ഇവിടുത്തെ ആള്. ആ വീശി നടക്കുന്ന സമയത്ത് ഈ ലോകം മുഴുവൻ എൻ്റേതാണ്, ഞാനാണ് ഇവിടുത്തെ മെയിൻ ആള് എന്നുള്ള ഒരു ഇതാണ് ആ ബോഡി ലാംഗ്വേജിൽ മൊത്തം ഉള്ളത്. അപ്പോൾ അത് ഇപ്പോൾ ജീവിതത്തിലെ ഓരോ ക്യാരക്ടർ, ഇപ്പോൾ വാവച്ചൻ വന്നു, പ്രഭ വന്നു, പിന്നെ ഓരോരുത്തരെയും നമ്മൾ സിനിമയിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. അത് കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ നമുക്കും പോകാനുള്ള സമയമാവും. കുറച്ചുപേരെ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ധർമ്മം. ചേച്ചി, പിന്നെ ഞാൻ വാവച്ചൻ്റെ പുസ്തകം എഴുതിയിട്ടുണ്ട്. വാവച്ചൻ്റെ ബയോഗ്രഫി ഞാൻ എഴുതിയിരിക്കുക. ശ്രീ 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 വാവച്ചൻ്റെ സുവിശേഷങ്ങൾ. കാരണം വാവച്ചൻ പറയുന്ന മുഴുവൻ സുവിശേഷങ്ങളാണ്. കാരണം ജന്മനാ വാവച്ചൻ എൻലൈറ്റഡ് ആണ്. ആരും കുറെ കാലം ജീവിതം അനുഭവിച്ചോ എവിടെയെങ്കിലും ഒരു വലിയൊരു സന്യാസിയുടെ അടുത്ത് പോയിട്ട് എൻലൈറ്റഡ് ആയതല്ല. ജനിച്ചപ്പോഴും എല്ലാവരെയും കണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. നമുക്ക് ആർക്കും ചിരിക്കാൻ പറ്റാത്ത പോലെ ചിരിക്കുന്നു. വാവച്ചൻ്റെ സ്നേഹം അല്ല ആ മുഖത്ത് കാണുന്ന നിഷ്കളങ്കത വേറെ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് 3 ശ്രീ കൊടുത്തത്. പഠിച്ചു വരുന്നവർക്ക് 2 അതേപോലെ ഈ സിനിമയിൽ മറ്റ് വർക്ക് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ആക്ടേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും സാറിൻ്റെ സുഹൃത്ത് അവരെ കുറേ പേര് ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ട്. അവരൊന്നും നമുക്ക് തോന്നൂല ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയിട്ടുള്ള പ്രദീപേട്ടൻ, കോട്ടയം പ്രദീപേട്ടൻ. അതെ, ഒരു വലിയ സങ്കടമാണ്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ചേച്ചി പ്രദീപ്, എൻ്റെ വേറൊരു സിനിമയിൽ നെടുമുടി വേണിച്ചേട്ടൻ ലാസ്റ്റ് സിനിമ അതായിരുന്നു. അപ്പോൾ അത് നമ്മളുടെ ചുറ്റും നമ്മൾ കാണുമ്പോൾ തന്നെ പൊഴിഞ്ഞു പോവുകയാണ് ഓരോരുത്തരെ. അവസാനം അയച്ച മെസ്സേജുകൾ ആരുടെയും ഞാൻ കളഞ്ഞിട്ടില്ല. അതിങ്ങനെ ഫോണിൽ സൂക്ഷിക്കും. അവർ സംസാരിച്ചതും മനസ്സിൽ സൂക്ഷിക്കും. നമ്പർ ഡിലീറ്റ് ചെയ്യില്ല. ഇതൊക്കെ അവരെ ഓർമ്മ അറിയാതെ വരുമ്പോൾ ആ നമ്പർ കാണുമ്പോൾ നമുക്ക് പേര് കാണുമ്പോൾ ഒന്ന് റീകളക്ട് ചെയ്യുമല്ലോ. അതുപോലെ പിന്നെ അതുപോലെ ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പം പുതിയൊരു ക്യാമറാമാനും സജിയുടെ നല്ല വർക്കാണ്. കാരണം ഒരു സിനിമയ്ക്ക് എപ്പോഴും ഒരു ക്യാമറാമാൻ അതെന്താണോ ആവശ്യപ്പെടുന്ന ആ സിനിമ അതിനനുസരിച്ചായിരിക്കണം അത് മൂവ് ചെയ്യേണ്ട. അല്ലാതെ അതിനെ ഓവർ ഗ്ലാമറൈസ് ചെയ്യുക. പ്രഭയുടെ ജീവിതം അത് നമ്മൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ കാണിക്കാൻ യഥാർത്ഥത്തിൽ. എന്നാൽ കളറുള്ള രംഗമുണ്ട്,
ഒരു ഡാൻസ് സീക്വൻസ് ഉണ്ട്, ഒരു പെൺകുട്ടിയുടെ കല്യാണം. അതെ അത് ഭയങ്കര കളർഫുൾ ആണ്. കളർഫുള്ളാണ്. അതെ, ജീവിതത്തിലേക്ക് വരുമ്പം അതിന്റെ ബുദ്ധിമുട്ടിലൂടെയൊക്കെ തന്നെ പോകുന്നത്. പ്രഭ ചേച്ചി ഇടുന്ന ഡ്രസ്സും ഭയങ്കര കളർഫുള്ളാണ്. പക്ഷെ അവരുടെ ജീവിതത്തിന്റെ അങ്ങനെയൊക്കെ ലൈറ്റൊക്കെ നമുക്ക് അതിനു വേണ്ടി പ്രകൃതി അനുഗ്രഹിച്ച് തന്ന കുറേ സമയങ്ങളുണ്ടായിരുന്നു. വള്ളത്തിൽ പോകുമ്പം നമ്മൾ ആക്ഷൻ പറയുമ്പോൾ മഴ വരിക, അല്ല അത് നിൽക്കുക, അതൊക്കെ ഭയങ്കര. ആ ജനല് പിടിപ്പിക്കുന്ന സീനിലായിരുന്നു മഴ, ഇങ്ങനെ അവള് മഴ നോക്കി നിൽക്കുന്നത്. അത് ചെയ്തോണ്ടിരിക്കുമ്പോൾ മഴ വരികയാണ്, ദൂരേന്ന് പെയ്തു വരുന്ന മഴ അവള് നോക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരു അകലെ നഗരം കാണാം, വലിയ ബിൽഡിങ്ങുകൾ കാണാം. ഇവിടെ ഏതോ ഒരു കോണിൽ അവളൊരു കുറച്ച് ചെറിയൊരു വീട് വെക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അങ്ങനെ ഇതൊക്കെ സംഭവിച്ചു നമ്മുടെ കൂടെ. അത് എനിക്ക് എപ്പോഴും അനുഗ്രഹമായിട്ട് വരാറുണ്ട്. പല സിനിമയും നമ്മൾ അത്ര ആഗ്രഹത്തോടെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഓരോന്നും വന്നു ചേരുകയാണ്. ഇല്ലായ്മയും ബുദ്ധിമുട്ട് വരുന്നതൊക്കെ ചിലപ്പോൾ അനുഗ്രഹമായിട്ടാണ് വരുന്നത്. അന്ന് എന്തോ കാരണം കൊണ്ട് വൈകി, പക്ഷെ മറ്റെന്തോ കിട്ടി. ഞാൻ അതിനെ അങ്ങനെ കാണുന്നത്. എനിക്ക് പിന്നെ പാട്ടാണെന്നുണ്ടെങ്കിലും കുട്ടപ്പൻ സാറിന്റെ മകൻ നല്ലൊരു കണ്ണൻ CJ. ആ CJ എന്നുള്ള വാക്ക്, CJ കുട്ടപ്പൻ ചേട്ടൻ്റെ, ഇന്നലെ കുട്ടപ്പൻ ചേട്ടൻ പറയുമ്പോൾ നമുക്ക് കണ്ണ് നിറഞ്ഞു. കാരണം വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ഒരു ഇടവപ്പാതി രാത്രിയിൽ അവിടെ നിന്ന് കുടി ഒഴിപ്പിക്കപ്പെടുന്ന ഒരു കുടുംബം ചിന്തിക്കാൻ പറ്റില്ല. അന്ന് അച്ഛൻ മാനം നോക്കി മാനം നിറഞ്ഞ മഴയെന്ന് പാടുന്നു. അത് പിന്നീട് മകൻ അതിനോട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഏറ്റവും മോഡേൺ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടാണ് ആണ്ടാണ്ടെ പണ്ണുരുത്തി എന്നുള്ള പാട്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഇൻസ്ട്രുമെന്റ്സും ഉണ്ട്, പക്ഷേ ഫോക്കും ഉണ്ട്. അതാണ് കണ്ണൻ CJ വന്നിരിക്കുന്നത്. അതെയാണ് രണ്ടാമത്തെ നല്ല രസമുള്ളൊരു ഒപ്പനപ്പാട്ടാണ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട പ്രൊഡ്യൂസേഴ്സ് ആണ്. അവര് രണ്ടുപേരും ആ രീതി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ ചിലപ്പോൾ അവര് നമ്മളെന്താ പറയാ, ഡോക്ടർ മനോജ് ഗോവിന്ദനും ഷിബു നായരും ഇവര് വന്നത് നല്ല സിനിമ ചെയ്യണം. ഞാൻ വലിയ ഹിറ്റ് മേക്കർ ഒന്നുമല്ല, പക്ഷെ എവിടേക്കോ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഓരോ സിനിമകൾ എവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഞാൻ പറയുന്നൊന്നുമല്ല, നമ്മൾ തന്നെ ഒരിക്കലും ചില സിനിമകൾ ഓടിയിട്ടുണ്ട്. അതല്ല, സാറിന്റെ സിനിമ കാണുമ്പോൾ അത്ഭുതമാണ്. ഒരു സിനിമ ചെയ്യുമ്പോൾ ഇത് ആരോ പുതുതായിട്ട് ചെയ്തതാണെന്ന് തോന്നും. ചിലത് കാണുന്നത് ഇത് എത്രയോ വർഷങ്ങളായിട്ട് സിനിമ ചെയ്യുന്ന ഓരോ സിനിമകൾക്ക്. അതിപ്പോൾ തിളക്കം എന്നുള്ള സിനിമ ആരോ എഴുതി, ഞാൻ വായിച്ചിട്ടുണ്ട്, അത് റാഫി മെക്കാർ അവരാരോ ചെയ്തത്, നോക്കുമ്പോൾ ജയരാജ് സാർ. പിന്നെ ഇവിടെ ഇപ്പുറത്ത് കരുണം, അതല്ലെങ്കിൽ പൈതൃകം പോലത്തെ സിനിമ, വേറെ ഓരോ കാറ്റഗറി ഉണ്ടല്ലോ. അപ്പൊ സാറിന് അങ്ങനെയൊന്നുമില്ലല്ലോ, എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു അനുഗ്രഹം. ശ്രുതി പറഞ്ഞ പോലെ ഇത് നമ്മൾ ബോംബാണെന്ന് അറിയാതിരുന്ന കുഴപ്പമില്ല, എന്തും ചെയ്യാൻ. അപ്പൊ അവര് വന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പം എനിക്ക് ഡോക്ടർ മനോജ് ഗോവിന്ദൻ തൃശ്ശൂർക്കാരനാണ്, എഞ്ചിനീയറാണ്. അദ്ദേഹം ദുബൈയിൽ വർക്ക് ചെയ്യുന്നു, പക്ഷെ അദ്ദേഹം നല്ല സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഷിബു നായർ അമേരിക്കയിൽ ആയിരുന്നു, IT കമ്പനിയിൽ നിന്ന് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. അവർക്കും അഭിനയിക്കുകയും ചെയ്യണം, നല്ല സിനിമ ചെയ്യുകയും ചെയ്യണം. അങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ, നല്ല ഒരു ആറ്റിറ്റ്യൂഡുള്ള പ്രൊഡ്യൂസേഴ്സാണ്. പിന്നെ മുഹാദ്, അതെ അത് തന്നെയാണ് ഏറ്റവും വലിയ. പിന്നെ മുഹാദ് ബംബായാണ് ലിറിക്സ്. എന്ത് മനോഹരമായ ലിറിക്സ് എന്നറിയോ മുഹാദ്. ഞാൻ ഇന്നലെയാണ് മുഹാദിനെ കാണുന്നത്, ഞങ്ങൾ ഫോണിൽ കൂടെ മാത്രമാണ് സംസാരിച്ച സോറി. അപ്പോൾ അങ്ങനെ മുഹാദ്, പിന്നെ കണ്ണൻ CJ, കണ്ണനായിട്ട് കണ്ടിട്ടുമില്ല, എല്ലാം അങ്ങനെയാണ്. അതെ, ഇത് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന നിയോഗം, അതൊരു എന്താണ് പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്. കാരണം വന്ന് ചേരേണ്ടത് ചേരുള്ളൂ, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുക. സബിത ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമയിൽ നിന്റെ പേര് എവിടെയോ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതല്ലെങ്കിൽ ഈ 10 വർഷത്തോളം കഴിഞ്ഞിട്ട് അത് ഒരിക്കലും അങ്ങനെ തന്നെയാണത്. ഈ ഒരു മൊമെന്റ് ഇപ്പം പ്രഭയും സുരഭിയും, ഈ മുഹൂർത്തം പ്രഭ അറിയുന്നില്ല നമ്മൾ പറയുന്നത് എന്തെന്ന്, പക്ഷെ പ്രഭയാണ് നമുക്ക് എല്ലാം, നമ്മൾ ഈ സിനിമയുടെ എല്ലാം. ഇന്റർവ്യൂ നേരത്തെ റെഡി ആയിട്ടാണ് ഇവിടെ ജോലി കഴിഞ്ഞത്. ഉച്ചവരെയുള്ള ആഹാരം ഉണ്ടാക്കി കഴിഞ്ഞു, എല്ലാം റെഡി ആയിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് ചായ മാത്രം, എന്ത് വേണം. ഇപ്പൊ എൻ്റെ മുന്നിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ കണ്ട പ്രഭ, സിനിമയിലൂടെ കണ്ട പ്രഭ, ഇവർ രണ്ടുപേര് ഇരിക്കുന്നു. അപ്പൊ എൻ്റെ ഒരു അപ്പം ഇത് ഒരുപാട് പഠിക്കാനുണ്ടോ പ്രഭയിൽ നിന്ന്, അല്ലേ? എങ്ങനെ നോക്കിക്കാണാം ജീവിതത്തെ, ഒരു ധൈര്യം, സ്പീഡ്. നമ്മളൊരു നടിയെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ, അവർ ഇപ്പൊ രണ്ടുപേരെ ജീവിതം ഒരുമിച്ച് ചെയ്തപ്പോൾ ഇവർ രണ്ടുപേരും എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണല്ലോ നമ്മളെ കൂടെ ഓർമ്മയിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ആൾക്കാർ.
അത് ഭയങ്കര എൻ്റെ ലൈഫിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോളാണ് സാർ എനിക്ക് സമ്മാനിച്ചത്. അത് ഞാൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, സാർ എന്നാണ് അന്ന് പറഞ്ഞ പോലെ എന്നെ വെച്ചൊരു സിനിമ എടുത്തത്, സുരഭി പ്രായമായിട്ടാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളത് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അപ്പോൾ അത് ഏറ്റവും നന്ദിയോട് കൂടിയിട്ട് പ്രഭയെ എനിക്ക് സമ്മാനിച്ചത്. അല്ല, എനിക്കെല്ലാം നന്ദി പറയുന്നുണ്ട് ഈ ജീവിതം അതെ. താങ്ക് യു. ഭയങ്കര ഇഷ്ടമായി പറയും, ഞാനത് നന്ദി എന്ന് പറയുമ്പോൾ ഫുള്ള് ഇന്നലെയും വന്നിട്ട് ഫുള്ള് താങ്ക് യു. താങ്ക് യു. താങ്ക് യു. അപ്പൊ പ്രഭയ്ക്ക് തൊഴുന്നതിനേക്കാൾ നല്ലത് പ്രഭയ്ക്ക് പിന്നെ താങ്ക് യു.